നെല്ല് മോഷണം പോയി. മോഷ്ടാവിനെ പിടിച്ചു. തൊണ്ടി മുതൽ മോഷണം മുതൽ തപ്പിച്ചെന്നപ്പം കള്ളം പറഞ്ഞു അത് തുമ്പേച്ചറ വീട്ടിലാന്ന്. പോലീസ് രാത്രിയിൽ ഞങ്ങളുടെ വീട് വളഞ്ഞു. നിങ്ങൾ ഓർക്കണം, എൻ്റെ ചേട്ടൻ ഇന്ന് സെമിനാരിയിലാണ്, ലോവ ഇട്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങളെന്ന് ബനാറീസിലാണ്. നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകത? ചേട്ടൻ മലങ്കര സഭയിലാണ്. നല്ല രസമാണ് ലിറ്റർജി. എൻ്റെ പെങ്ങള് ശുദ്ധ പരിശുദ്ധ ലത്തീൻ റീത്തിലെ സിസ്റ്ററാണ്, ചാരിമൂടിലെ സിസ്റ്ററാണ്. പക്ഷെ ജാർഖണ്ഡിലാണിപ്പം, ഞാൻ സീറോ മലബാറിലാണ്. അങ്ങനെ എൻ്റെ പെങ്ങളെ ചേച്ചി അന്ന് ബനാറീസിലാണ്, ചേട്ടൻ അന്ന് പൂനായിൽ പഠിക്കുകയാണ്. ഞങ്ങളുടെ വീട് രാത്രിയിൽ പോലീസ് വളഞ്ഞു. ശരിയാണ്, ഞങ്ങളുടെ നെല്ലിടുന്ന ഒരു വലിയ മുറിക്കകത്ത് നെല്ല് അട്ടിയിരിക്കുകയാണ്. പള്ളിയുടെ നെല്ല. ഇതെങ്ങനെ വന്നെന്നല്ലേ? മോഷ്ടാവ് ഈ അമ്പലപ്പുഴയിലെ ഒരു പാടത്തെ നെല്ലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾക്ക് നെല്ല് വിറ്റു. ഞങ്ങൾ നെല്ല് പുഴുങ്ങി കുത്തി ജീവിക്കുന്നവരാ. ഞങ്ങൾ നെല്ല് വാങ്ങി പൈസ കൊടുത്തു. പക്ഷെ ഇത് മോഷണ മുതലാണെന്ന് അറിയുന്നില്ലല്ലോ. ചങ്ക് പാടിപ്പോയി. പള്ളിയുടെ മോഷണ മുതലാണ് അകത്തിരിക്കുന്നത് അറിഞ്ഞപ്പം നെല്ല് വിട്ടുകൊടുത്തു. പക്ഷേ അന്നത്തെ ഒരു കാലമല്ലേ, ആൾക്കാർക്കത് പോരാ, ആൾക്കാരത് സമ്മതിച്ചില്ല. ഞങ്ങളുടെ തല താഴാൻ വേണ്ടി അച്ഛനും കന്യാസ്ത്രീയുള്ള വീടിന്റെ കോണം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് 40 മണി ആരാധനയുടെ സമാപന ദിവസത്തിൽ ഞങ്ങളുടെ പള്ളി നിറച്ച് ജനം നിൽക്കുന്ന, ചമ്പക്കുളം പള്ളി എന്ന് വെച്ചാൽ 2000 വീട്ടുകാരാണ്. ഞങ്ങളുടെ നാട്ടിൽ അത് വലിയ കൂടുതലാണ്. പള്ളി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന 40 മണി ആരാധനയുടെ സമാപനത്തിൽ എൻ്റെ ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഞങ്ങളുടെ വീടിൽ ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. ഈ കാലവലല്ലോ 10-44 വർഷം മുമ്പുള്ള, എനിക്കൊന്ന് 3-4 ഞാൻ പഠിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ. അത്ര പഴകിയതാ. അമ്മയും എല്ലാവരും വിഷമിച്ചിരിക്കുക. അമ്മ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഭിത്തിയിൽ ഇങ്ങനെ തലചാരി ഇങ്ങനെ അമ്മ ചാരി, ഞങ്ങളുടെ വീടിന്റെ പഴയ ഭിത്തിയിൽ ചാരി ഇങ്ങനെ അമ്മ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു. അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നു. എനിക്കിപ്പോഴും നിങ്ങളോട് പറയാൻ പറ്റും, വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യം ആ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത്. അമ്മ ഇരുന്ന് ഇങ്ങനെ കരയുകയാ. കരയുന്ന കൂട്ടത്തിൽ അമ്മ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവം എൻ്റെ കുഞ്ഞിന്റെ കയ്യിൽ വിലങ്ങിടില്ല. അതിന് മേമ്പൊടിയായി അമ്മ പറഞ്ഞത് അമ്മയുടെ അച്ചാച്ചന്റെ ചില അനുഭവങ്ങളാ. ഇതുപോലെ തന്നെ എൻ്റെ മോനെ പാണ്ടിയിലെ അച്ചാച്ചനും ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ചാച്ചന്റെ കാലത്ത് അച്ചാച്ചൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു. പക്ഷേ മാതാവ് രക്ഷിച്ചു. എൻ്റെ നേരെ മൂത്ത സഹോദരി മറിയമ്മയുടെ മൂത്ത മകളുടെ പേര് ഒലിവിയ. അവള് ഗർഭസ്ഥയാകുന്നതിന് മുമ്പ് തന്നെ കാതലായ ഒരു പ്രശ്നം അവൾക്കുണ്ടായിരുന്നു. അവളത് ദൈവത്തോട് ഏറ്റുപറഞ്ഞു, ഭർത്താവിനോട് ഏറ്റുപറഞ്ഞു. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം മറിയമ്മ എന്നോട് മറച്ചു വെച്ച ഒരു കാര്യമുണ്ട്. കുഞ്ഞ് അമ്മയുടെ തന്നെ കുടലിൽ കുരുങ്ങിക്കിടക്കുകയാണ്, കഴുത്ത്. എന്തൊരു വലിയ ഗതികേടാ പറയപ്പെട്ടവരെ. കുഞ്ഞ് വളരുന്നുണ്ട്, പക്ഷെ കുഞ്ഞ് സഫക്കേറ്റഡാ. എൻ്റെ ചേട്ടനച്ഛൻ്റെ മരണത്തിന്റെ വാർഷിക ദിനത്തിൽ കുഞ്ഞ് പറക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, എന്തൊരു എൻ്റെ ചേട്ടനച്ഛനെ നിങ്ങൾക്ക് അറിയത്തില്ല, അറിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഫീലായിരിക്കും. അതിഭയങ്കര കരുണയുള്ള മനുഷ്യൻ. ചേട്ടന്റെ പ്രാർത്ഥനയും മധ്യസ്ഥവും ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞിന്റെ കഴുത്തിൽ കുടലുടക്കി കിടക്കുകയാണ്. കുഞ്ഞ് ജനിച്ചാലും മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒലിവിയയുടെ ഹസ്ബൻഡിന്റെ, ജിജോമോന്റെ കൂട്ടുകാരന്റെ കുഞ്ഞ് ആ ദിവസങ്ങളിൽ ഇതുപോലെ മരിച്ചുപോയി. ചേട്ടന്റെ വാർഷികം വരുന്നു, ചങ്ക് കിടക്കി പറയ്ക്കുക, ദൈവമേ അതേ ദിവസം പ്രസവം നടക്കും. എന്താ സംഭവിക്കുന്നത്? ഇത് മുൻകൂട്ടി ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഒലിവിയ മോൾ എന്നെ വിളിച്ചപ്പോഴെല്ലാം അവൾ ഒരു 25 തവണ ഗർഭസ്ഥയായിരുന്നപ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവളും ഞാനും അവളുടെ ഹസ്ബൻഡും കൂടി ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കാ 1:76 നിരന്തരം ഒലിവിയോടത് പറയാൻ പറഞ്ഞു, വയറ്റിൽ കൈവച്ചിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ കുഞ്ഞിനോട് സംസാരിച്ചു, എടാ മോനാണോ മോളാണോ നടത്തില്ലല്ലോ, കുഞ്ഞെ നിന്നോട് ആദ്യം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ദൈവം ചെയ്ത പ്രവൃത്തികൾ നീയും കാണും. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പേടിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ 3 ദിവസം മുമ്പ് അറിയുന്നത് കുഞ്ഞിന്റെ കഴുത്തുടക്കി കിടക്കുകയാണെന്ന്. കുഞ്ഞ് ജനിച്ചു, അല്പസമയത്തേക്ക് ഐസിയുവിലേക്ക് കൊണ്ടുപോയി. എന്നാലും വളരെ ഞരന്ത് പോലെ കുഞ്ഞ് പറന്നത്.
ഞാൻ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്കൊരു പേടി, എടുക്കാൻ വളരെ വെയിറ്റ് കുറവ്. പക്ഷേ 1.5 മാസം കൊണ്ട് അവൻ പുഷ്ടിപ്പെട്ട് ഞാൻ 2-4 ദിവസം എടുത്ത് കയ്യിലെടുത്തു. കർത്താവിൻ്റെ അത്ഭുതം. നീയോ കുഞ്ഞ് അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അവൻ ഉദരത്തിലായിരുന്നപ്പോൾ അവനോട് അവൻ്റെ അമ്മയും അവൻ്റെ അപ്പനും ദൈവവചനം പറഞ്ഞു. അവൻ്റെ അപ്പൻ്റെ കാലത്ത് ദൈവം ചെയ്ത പ്രവൃത്തികളിൽ ദൈവം അതുപോലെ നിന്നിൽ പ്രവർത്തിക്കുമെന്ന് അവനോട് ഞാൻ സുവിശേഷം പറഞ്ഞു. എൻ്റെ സ്വന്തം സഹോദരങ്ങളെ, സങ്കീർത്തനം 44:1, സങ്കീർത്തനം 44:1 വളരെ നല്ലതും അനുഗ്രഹപ്രദവുമായ സങ്കീർത്തനം. മനസ്സെല്ലാം ശാന്തമാക്കി വെച്ച് കേട്ടെ. സങ്കീർത്തനം 44:1. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് അങ്ങ് അവർക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ച് കേട്ടെ. കർത്താവേ, ഞങ്ങളുടെ അപ്പന്മാരുടെ കാലത്ത് അങ്ങ് അവർക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അവരോടുകൂടെ മരിച്ച് മണ്ണടിഞ്ഞില്ല. പിന്നെയോ അവർ ലൈവായിട്ട്, വളരെ ലൈവായിട്ട് അത് അന്ന് നടന്നതുപോലെ അതേ ഫ്രീക്വൻസിയിൽ അതേ ആർജവത്തോടെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളത് കേട്ടിട്ടും ഉണ്ട്. തലമുറയുടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായി സങ്കീർത്തനം 44:1 പറയുന്നത് ഇതാണ്. മന്ന പൊഴിച്ചതോ മഹാത്ഭുതങ്ങളോ ഒന്നുമല്ല. സങ്കീർത്തകൻ ഏറ്റവും നന്ദിയോടെ പറയുന്ന ഒരു കാര്യം, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ അപ്പൻ്റെ കാലത്ത് അങ്ങ് എൻ്റെ അപ്പന് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അപ്പൻ്റെ കബറിടത്തോടുകൂടി തീർന്നില്ല. പിന്നെയോ എൻ്റെ അപ്പൻ ഉശിരോടുകൂടെ ചങ്കൂറ്റത്തോടുകൂടി എൻ്റെ കണ്ണിലേക്ക് നോക്കി അതെനിക്ക് അതുപോലെ. വള്ളംകളിയുടെ കമൻട്രി ഞാനിപ്പോൾ കേൾക്കുകയായിരുന്നു. കല്ലടയിൽ ഞങ്ങളുടെ ചുണ്ടൻവള്ളം തുഴയുന്നുണ്ട്. അവിടെ നടുഭാഗം UBC കൈനകരി വിയ്യപുരം, ഞങ്ങളുടെ തന്നെ നാട്ടിലെ വിയ്യപുരം പള്ളാത്തുരുത്തിയാണ് 5 തുഴപ്പാടിന് കൊണ്ടുപോയി. അപ്പോൾ ഇങ്ങനെ കമൻട്രി പൊടിപടലങ്ങളെ മേഘപടലങ്ങളാക്കി, വെള്ളത്തുള്ളികളെ മേഘപടലങ്ങളാക്കിക്കൊണ്ട് 3 കരിനാഗങ്ങൾ പാഞ്ഞു വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ലൈവായിട്ട്, പണ്ട് ഇപ്പം ലൈവായിട്ട് കാണാം, പണ്ട് റേഡിയോയിൽ കേൾക്കുമ്പോഴും നമ്മളിങ്ങനെ ലൈവായിട്ട് കാണുകയാണ്. എൻ്റെ അപ്പൻ്റെ സമയത്ത് നീ എൻ്റെ അപ്പന് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ എൻ്റെ അപ്പൻ്റെ മരണത്തോടെ തീർന്നില്ല. എൻ്റെ അപ്പൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ? എല്ലാവരും പറഞ്ഞില്ലല്ലോ ഹല്ലേലൂയ? നല്ല സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. എൻ്റെ അമ്മ വീട് ഈ തകഴി കരുവാറ്റയ്ക്കടുത്ത് അകത്തുള്ളൊരു ദേശത്താ. പാണ്ടി എന്നാ പേര്. പാണ്ടി, ആയാപറമ്പ് പാണ്ടി എന്നൊരു ചുണ്ടനൊക്കെ ഇപ്പോൾ ഉണ്ട്, ചുണ്ടൻവള്ളം. ആയാപറമ്പ് പാണ്ടിയിൽ ഇപ്പോഴാണ് പതിയെ റോഡൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. എൻ്റെ അമ്മ 4ാം ക്ലാസ് പഠിച്ച് ജയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അമ്മ പക്ഷേ എൻ്റെ ചെറുപ്പകാലം തൊട്ട് അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും. മോനെ, അമ്മച്ചിയുടെ അച്ചാച്ചൻ്റെ കാര്യം പറയുക. അമ്മച്ചിയുടെ അച്ചാച്ചൻ മടിയിലിരുത്തി മോനെ വള്ളമൊക്കെ തുഴഞ്ഞു പോകുമ്പം പാട്ടൊക്കെ പാടിത്തരുമായിരുന്നു. ഭക്ഷിക്കാവുന്ന ആത്മാവല്ല നിന്റെ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നത്, കുടിക്കാവുന്ന തീയുമല്ല നിന്റെ വീഞ്ഞിൽ ഒളിഞ്ഞിരിക്കുന്നത്. പണ്ട് അപ്രയം പിതാവ്, ആദിമ ശതകങ്ങളിലെ 4-ാം നൂറ്റാണ്ടിലെ അപ്രയം പിതാവ് കുർബാനയെക്കുറിച്ച് പാടിയ തീവ്ര തിയോളജിക്കൽ പാട്ടാ. ഭക്ഷിക്കാവുന്ന, നോട്ട് എ ഈറ്റബിൾ സോൾ, ഭക്ഷിക്കാവുന്ന ആത്മാവല്ല നിന്റെ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നത്, കുടിക്കാവുന്ന അഗ്നിയല്ല നിന്റെ വീഞ്ഞിൽ ഒളിഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ വളവരയും വെള്ളത്തിലിരുന്ന് അപ്പൻ അമ്മയെ പള്ളിയിൽ കൊണ്ടുപോയ കഥ പറഞ്ഞതും വള്ളം മുങ്ങിയപ്പോൾ ദൈവം എങ്ങനെ രക്ഷിച്ചുവെന്ന് അപ്പൻ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളോട് നിരന്തരം പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് വേണ്ടി പ്രിയപ്പെട്ടവരെ, ഇന്നും ഒരു കവിത രചിക്കുമ്പം, ഒരു നാടകം കമ്പോസ് ചെയ്യുമ്പം തലമുറകൾ തന്ന ആ ഡെപ്പോസിറ്റ് ഓഫ് എനർജി എന്നെ എപ്പോഴും നയിക്കാറുണ്ട്. എപ്പോഴും എന്നോട് ചോദിക്കും, ഷാജിയച്ചൻ വീട്ടിലെ ഏറ്റവും ഇളയതല്ലേ, ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയും? ഉത്തരവിതാ, സങ്കീർത്തനം 44:1. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തികൾ അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്,
ഞങ്ങളത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കേട്ടിരിക്കത്തക്ക വിധത്തിൽ ചൂരോടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചൂരോടെ പറഞ്ഞു തന്നിട്ടുണ്ട് അമ്മ. അപ്പൻ വലതുകരം ഉയർത്തി നിങ്ങൾ പറയുമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയുമോ ഹല്ലേലൂയ? അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവങ്ങളെ പ്രതി, അവരനുഭവിച്ച കണ്ണുനീരിനെ പ്രതി, അവരുടെ ആശ്രയത്തെ പ്രതി ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് അമ്മ പ്രാർത്ഥിക്കുമ്പം അത് ഞങ്ങൾക്ക് ഗുണകരമായി വന്നിട്ടുണ്ട്. സങ്കീർത്തനം 132:1, കർത്താവേ ദാവീദ് സഹിച്ച കഷ്ടതകൾ ഓർക്കണമേ. ദാവീദിനോട് നീ ചെയ്ത പ്രവൃത്തികൾ ഞങ്ങൾക്കറിയാം, ദാവീദിനോട് നീ കൊടുത്ത കാരുണ്യം ഞങ്ങൾക്കറിയാം. ആ ദാവീദിന്റെ ഭാഗത്ത് സഹിച്ച കഷ്ടതകൾ ഓർക്കണേ. അങ്ങ് ചെയ്ത പ്രവൃത്തികളും ദാവീദിന്റെ വിശ്വാസവും ഓർത്ത് ഇന്നു ഞങ്ങളോട് കരുണ കാണിക്കണം. രണ്ട് കരങ്ങളും ഉയർത്തിപ്പറ ഹല്ലേലൂയ. കണ്ണനല്ലൊരു കാര്യം, ഇതാ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇതാ പാരമ്പര്യം എന്ന് പറയുന്നത്, ഇതാ പാരമ്പര്യം. അതാ എമ്മാനുവേൽ നിങ്ങളോട് ചോദിച്ചത്, എന്നെ കണ്ട് പഠിക്കുക എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മളിൽ ആർക്ക് ബാക്കിയുണ്ട്? നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അപ്പന്മാർക്ക് വേണ്ടി അമ്മ എന്തോരം കഥകളാണെന്നറിയ എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. എൻ്റെ എന്തോരം കഥകള്. അപ്പൻ മങ്കം വന്ന ദേശത്തേക്ക് പോയപ്പോൾ വള്ളം തുഴഞ്ഞു പോയ സമയത്ത് മിന്നൽ വെട്ടി ഇറങ്ങിയതും, ഒരിക്കൽ പോലീസ് അരി പിടിച്ചുകൊണ്ട് പോയതും, അപ്പൻ വാടി തളർന്നു പോയതും, ദൈവം ഒരു സഹോദരനോട് രക്ഷിച്ചതും, ഇതെല്ലാം കഥകളായിട്ട് ദൈവം രക്ഷിച്ച സംഭവങ്ങൾ അപ്പൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ബൈബിളിന്റെ രഹസ്യം തന്നെ ഈ പറച്ചില. പെസഹായുടെ ബലി ആരംഭിച്ചപ്പം ദൈവം പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ വിളിച്ചിരുത്തി മക്കളോട് പറയണം, ഈ അപ്പം എടുക്കുന്ന എന്തിനാണെന്നറിയാമോ? ഈ പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള സസ്യവും എന്തിനാ? അപ്പൊ മക്കൾ ചോദിക്കും, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മാതാപിതാക്കന്മാരെ, കണ്ണനല്ലൂരുകാരെ, കൺമണിയായ നിങ്ങളുടെ തലമുറയെ ദൈവത്തിന് കൊടുക്കണമെങ്കിൽ, അവരുടെ ആത്മാക്കളെ നേടണമെങ്കിൽ മടുപ്പില്ലാതെ ഈ പ്രവൃത്തി ചെയ്യണം. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാമോ ഹല്ലേലൂയ? ഇനി അവരെന്താ പറഞ്ഞു കൊടുക്കുന്നത്? അതിൻ്റെ ചുരുക്കം സങ്കീർത്തനം 44:3 മക്കളെ, എടാ ടോണി, എടാ മെർലിനെ മോളെ, എടി സോണിയാക്കുട്ടി, പൊന്നുഞ്ഞെ, വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്. മക്കളെ, നമ്മുടെ അപ്പനപ്പന്മാര് ജയിച്ചു വന്നത് വാളുകൊണ്ടല്ല, കരബലം കൊണ്ടല്ലെന്ന്. അവര് വിജയിച്ചതൊന്നും കൈയൂക്ക് കൊണ്ടല്ല, അവിടുത്തെ വലത്തെ ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. അപ്പൊ തലമുറകളോട് ഇതാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പറഞ്ഞു കൊടുക്കുന്നത്, എടോ കുഞ്ഞെ ചെറുക്ക, ഞാനോ പഠിച്ചില്ല, നീ പോയി എങ്ങനെയും പഠിച്ച് ഡോക്ടറായി ഈ നാട്ടിൽ നമ്മുടെ കുടുംബത്തിന്റെ പേരുയർത്തണമെന്നല്ല, അത് പറഞ്ഞു കൊടുത്തോ. പക്ഷെ പേർത്തും ടൈം ആൻഡ് അഗൈൻ വീണ്ടും ഒരപ്പം പറഞ്ഞു കൊടുക്കേണ്ടത്, എൻ്റെ ടോണി മോനെ നീ പഠിക്ക്, പക്ഷെ ദൈവത്തിലും ആശ്രയിക്ക്. നമ്മുടെ അപ്പൻ, എൻ്റെ അപ്പൻ ജയിച്ചത്, എൻ്റെ അപ്പനും നിന്റെ അപ്പൻ, ഇതാ ഞാനും ജയിച്ചിരിക്കുന്നത് നമ്മുടെ കരബലം കൊണ്ടല്ല കുഞ്ഞെ, വാളുകൊണ്ടല്ല, വില്ലുകൊണ്ടല്ല, ദൈവത്തിന്റെ മുഖപ്രകാശമാണ് നമ്മളെ രക്ഷിച്ചത്. നിങ്ങളുടെ മകനോട് 2.5-3 വയസ്സ് തൊട്ട് ഇത് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ വാദിക്കരുത് പ്രിയപ്പെട്ടവരെ. 2.5-3 വയസ്സ് തൊട്ട് നിങ്ങളുടെ നാവിൽ ദൈവസ്നേഹം പൊന്നരച്ചു കൊടുക്കുന്നത് പോലെ ഇങ്ങനെ ദൈവത്തിന്റെ പ്രവൃത്തികൾ പറഞ്ഞു കൊടുത്താൽ ഒരു പുതിയ തലമുറയും അത്ര വേഗം അകന്നു പോകില്ല. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ? ഞാൻ ഭാരപ്പെടുത്തുകയല്ല. പുതിയ തലമുറയോട് പോലും നിങ്ങൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തൊട്ടെങ്കിലും എൻ്റെ പൊന്നു ലീനാമോളെ, അല്ലെങ്കിൽ പൊന്നു സുനിമോളെ, നീ ആവശ്യമില്ലാത്ത TV കാണലെല്ലാം നിർത്തിയിട്ട് ദൈവത്തിൻ്റെ വചനം നിന്റെ കുഞ്ഞിനോട് പറയാൻ പറഞ്ഞാൽ വളരെ കുറച്ച് പേരെ അത് ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ച് പേര്. എനിക്ക് അഭിമാനത്തോടൊരു കുഞ്ഞുകാരി, എൻ്റെ നേരെ മൂത്ത സഹോദരി മറിയമ്മയുടെ മൂത്ത മകളുടെ പേര് ഒലിവിയ. അവള് ഗർഭസ്ഥയാകുന്നതിന് മുമ്പ് തന്നെ കാതലായ ഒരു പ്രശ്നം അവൾക്കുണ്ടായിരുന്നു. അവളത് ദൈവത്തോട് ഏറ്റുപറഞ്ഞു, ഭർത്താവിനോട് ഏറ്റുപറഞ്ഞു. കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം മറിയമ്മ എന്നോട് മറച്ചു വെച്ച ഒരു കാര്യമുണ്ട്. കുഞ്ഞ് അമ്മയുടെ തന്നെ കുടലിൽ കുരുങ്ങിക്കിടക്കുകയാണ്, കഴുത്ത്.
എന്തൊരു വലിയ ഗതികേടാ പ്രിയപ്പെട്ടവരെ. കുഞ്ഞ് വളരുന്നുണ്ട്, പക്ഷെ കുഞ്ഞ് സഫക്കേറ്റഡാ. എൻ്റെ ചേട്ടനച്ഛൻ്റെ മരണത്തിൻ്റെ വാർഷിക ദിനത്തിൽ കുഞ്ഞ് പറക്കും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, എന്തൊരു എൻ്റെ ചേട്ടനച്ഛനെ നിങ്ങൾക്ക് അറിയത്തില്ല, അറിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു ഫീലായിരിക്കും. അതിഭയങ്കര കരുണയുള്ള മനുഷ്യൻ. ചേട്ടൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥവും ഏറ്റെടുത്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞിൻ്റെ കഴുത്തിൽ കുടലുടക്കി കിടക്കുകയാണ്. കുഞ്ഞ് ജനിച്ചാലും മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒലിവിയയുടെ ഹസ്ബൻഡിൻ്റെ, ജിജോമോൻ്റെ കൂട്ടുകാരൻ്റെ കുഞ്ഞ് ആ ദിവസങ്ങളിൽ ഇതുപോലെ മരിച്ചുപോയി. ചേട്ടൻ്റെ വാർഷികം വരുന്നു, ചങ്ക് കിടക്കി പടക്കി അതേ ദിവസം പ്രസവം നടക്കും. എന്താ സംഭവിക്കുന്നത്? ഇത് മുൻകൂട്ടി ഞാൻ അറിഞ്ഞില്ലെങ്കിലും ഒലിവിയ മോൾ എന്നെ വിളിച്ചപ്പോഴെല്ലാം അവൾ ഒരു 25 തവണ ഗർഭസ്ഥയായിരുന്നപ്പോൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. അവളും ഞാനും അവളുടെ ഹസ്ബൻഡും കൂടി ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തു, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. ലൂക്ക 1:76 നിരന്തരം ഒലിവിയോടത് പറയാൻ പറഞ്ഞു, വയറ്റിൽ കൈവച്ചിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞ കുഞ്ഞിനോട് സംസാരിച്ചു, എടാ മോനാണോ മോളാണോ നടത്തില്ലല്ലോ, കുഞ്ഞെ നിന്നോട് ആദ്യം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ദൈവം ചെയ്ത പ്രവൃത്തികൾ നീയും കാണും. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പേടിയുണ്ട് പ്രിയപ്പെട്ടവരെ. ഞാൻ 3 ദിവസം മുമ്പ് അറിയുന്നത് കുഞ്ഞിൻ്റെ കഴുത്തുടക്കി കിടക്കുകയാണെന്ന്. കുഞ്ഞ് ജനിച്ചു, അല്പസമയത്തേക്ക് ഐസിയുവിലേക്ക് കൊണ്ടുപോയി. എന്നാലും വളരെ ഞരന്ത് പോലെ കുഞ്ഞ് പറന്നത്. ഞാൻ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്കൊരു പേടി, എടുക്കാൻ വളരെ വെയിറ്റ് കുറവ്. പക്ഷേ 1.5 മാസം കൊണ്ട് അവൻ പുഷ്ടിപ്പെട്ട് ഞാൻ 2-4 ദിവസം എടുത്ത് കയ്യിലെടുത്തു. കർത്താവിൻ്റെ അത്ഭുതം. നീയോ കുഞ്ഞ് അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അവൻ ഉദരത്തിലായിരുന്നപ്പോൾ അവനോട് അവൻ്റെ അമ്മയും അവൻ്റെ അപ്പനും ദൈവവചനം പറഞ്ഞു. അവൻ്റെ അപ്പൻ്റെ കാലത്ത് ദൈവം ചെയ്ത പ്രവൃത്തികളിൽ ദൈവം അതുപോലെ നിന്നിൽ പ്രവർത്തിക്കുമെന്ന് അവനോട് ഞാൻ സുവിശേഷം പറഞ്ഞു. നമുക്ക് എല്ലാം അറിയാമെങ്കിലും നാം പുതിയ തലമുറയോട് സുവിശേഷം പറയില്ല. നമുക്കൊരുപാട് കുറ്റം അക്കാര്യത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരുമിച്ച് പറയുമോ ഹല്ലേലൂയ? സ്വരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ? എല്ലാവരും ചേർന്ന് പറയുമോ ഹല്ലേലൂയ? ഞാൻ ചമ്പക്കുളംകാരനാണ്. ചമ്പക്കുളത്ത് ഞങ്ങളുടെ വീട്ടിൽ മരണം പോലെ അപമാനം വന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളിൽ പറയും, ചില സ്ഥലത്ത് മറന്നു പോകും. ചമ്പക്കുളം പള്ളിയുടെ നെല്ല് മോഷണം പോയി. ചമ്പക്കുളം പള്ളിയുടെ നെല്ല് വലിയ പള്ളിയാണ്. ചമ്പക്കുളം പള്ളിയിൽ വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ചമ്പക്കുളം യോസേപ്പ് പിതാവിൻ്റെ പെരുന്നാളിന് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്ഥിതി അപ്പോൾ അവിടെ ഒറ്റയ്ക്കായില്ല. ചമ്പക്കുളം പള്ളിയിൽ നെല്ല് മോഷണം പോയി. മോഷ്ടാവിനെ പിടിച്ചു. തൊണ്ടി മുതൽ മോഷണം മുതൽ തപ്പിച്ചെന്നപ്പം കള്ളം പറഞ്ഞു അത് തുമ്പേച്ചറ വീട്ടിലാന്ന്. പോലീസ് രാത്രിയിൽ ഞങ്ങളുടെ വീട് വളഞ്ഞു. നിങ്ങൾ ഓർക്കണം, എൻ്റെ ചേട്ടൻ ഇന്ന് സെമിനാരിയിലാണ്, ലോവ ഇട്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങളെന്ന് ബനാറീസിലാണ്. നിങ്ങൾക്കറിയാമോ ഞങ്ങളുടെ വീട്ടിലെ പ്രത്യേകത? ചേട്ടൻ മലങ്കര സഭയിലാണ്. നല്ല രസമാണ് ലിറ്റർജി. എൻ്റെ പെങ്ങള് ശുദ്ധ പരിശുദ്ധ ലത്തീൻ റീത്തിലെ സിസ്റ്ററാണ്, ചാരിമൂടിലെ സിസ്റ്ററാണ്. പക്ഷെ ജാർഖണ്ഡിലാണിപ്പം, ഞാൻ സീറോ മലബാറിലാണ്. അങ്ങനെ എൻ്റെ പെങ്ങള് ചേച്ചി അന്ന് ബനാറീസിലാണ്, ചേട്ടൻ അന്ന് പൂനായിൽ പഠിക്കുകയാണ്. ഞങ്ങളുടെ വീട് രാത്രിയിൽ പോലീസ് വളഞ്ഞു. ശരിയാണ്, ഞങ്ങളുടെ നെല്ലിടുന്ന ഒരു വലിയ മുറിക്കകത്ത് നെല്ല് അട്ടിയിരിക്കുകയാണ്. പള്ളിയുടെ നെല്ല. ഇതെങ്ങനെ വന്നെന്നല്ലേ? മോഷ്ടാവ് ഈ അമ്പലപ്പുഴയിലെ ഒരു പാടത്തെ നെല്ലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾക്ക് നെല്ല് വിറ്റു. ഞങ്ങൾ നെല്ല് പുഴുങ്ങി കുത്തി ജീവിക്കുന്നവരാ. ഞങ്ങൾ നെല്ല് വാങ്ങി പൈസ കൊടുത്തു. പക്ഷേ ഇത് മോഷണ മുതലാണെന്ന് അറിയുന്നില്ലല്ലോ. ചങ്ക് പാടിപ്പോയി. പള്ളിയുടെ മോഷണ മുതലാണ് അകത്തിരിക്കുന്നത് അറിഞ്ഞപ്പം നെല്ല് വിട്ടുകൊടുത്തു. പക്ഷേ അന്നത്തെ ഒരു കാലമല്ലേ, ആൾക്കാർക്കത് പോരാ, ആൾക്കാരത് സമ്മതിച്ചില്ല. ഞങ്ങളുടെ തല താഴാൻ വേണ്ടി അച്ഛനും കന്യാസ്ത്രീയുള്ള വീടിൻ്റെ കോണം ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് 40 മണി ആരാധനയുടെ സമാപന ദിവസത്തിൽ ഞങ്ങളുടെ പള്ളി നിറച്ച് ജനം നിൽക്കുന്ന, ചമ്പക്കുളം പള്ളി എന്ന് വെച്ചാൽ അന്ന് 2000 വീട്ടുകാരാണ്. ഞങ്ങളുടെ നാട്ടിൽ അത് വലിയ കൂടുതലാണ്. പള്ളി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന 40 മണി ആരാധനയുടെ സമാപനത്തിൽ എൻ്റെ ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്താൻ തീരുമാനിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല. ഈ കാലവല്ലല്ലോ 10-44 വർഷം മുമ്പുള്ള, എനിക്കൊന്ന് 3-4 ഞാൻ പഠിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ. അത്ര പഴകിയതാ. അമ്മയും എല്ലാവരും വിഷമിച്ചിരിക്കുക. അമ്മ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഭിത്തിയിൽ ഇങ്ങനെ തലചാരി ഇങ്ങനെ അമ്മ ചാരി, ഞങ്ങളുടെ വീടിൻ്റെ പഴയ ഭിത്തിയിൽ ചാരി ഇങ്ങനെ അമ്മ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു. അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നു. എനിക്കിപ്പോഴും നിങ്ങളോട് പറയാൻ പറ്റും, വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യം ആ കൺകളിലാ.
വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത്. അമ്മ ഇരുന്ന് ഇങ്ങനെ കരയുകയാ. കരയുന്ന കൂട്ടത്തിൽ അമ്മ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വിലങ്ങിടില്ല. അതിന് മേമ്പൊടിയായി അമ്മ പറഞ്ഞത് അമ്മയുടെ അച്ചാച്ചൻ്റെ ചില അനുഭവങ്ങളാ. ഇതുപോലെ തന്നെ എൻ്റെ മോനെ പാണ്ടിയിലെ അച്ചാച്ചനും ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ചാച്ചൻ്റെ കാലത്ത് അച്ചാച്ചൻ ഇങ്ങനെയൊക്കെ അനുഭവിച്ചു. പക്ഷേ മാതാവ് രക്ഷിച്ചു. ഇങ്ങനത്തെ അനുഭവങ്ങളും പറഞ്ഞു തന്നു. പഴയ തലമുറ അവരുടെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് പങ്കുവച്ചു. അവരിൽ നിന്ന് ഞങ്ങൾ കേട്ടത് ഞങ്ങളുടെ അഭിഷേകമായി മാറി. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. എൻ്റെ അമ്മ ഈ പഴയ അനുഭവങ്ങൾ വിളമ്പി. അമ്മ പറഞ്ഞു, ഞങ്ങളും നമ്മുടെ അപ്പനും ഒക്കെ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വിലങ്ങിടുകയില്ല. എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലെന്ന് മാത്രമല്ല, അമ്മയുടെ ഈ അനുഭവത്തിൻ്റെ പങ്കുവെക്കലും ആരാധനയും ദൈവം സ്വീകരിച്ചിട്ട് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ചമ്പക്കുളത്ത് നെല്ല് പുഴുങ്ങിക്കുത്തി ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ, 4ാം ക്ലാസ് തികയ്ക്കാത്ത അപ്പനും അമ്മയും, മക്കളാണെങ്കിൽ നെല്ലിക്കാക്കൂട്ട മറച്ചതുപോലെ 12 എണ്ണം. ആകെപ്പാടെ എടുത്തു പറയാനുള്ളത്, മൂത്ത ഒരാൾ മിലിറ്ററിയിലാണ്, ഒരാൾ MSc വരെ പഠിച്ചു. 12 പേരാ. പലരെയും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. വെറും നെല്ല് പുഴുങ്ങി കുത്തിക്കഴിഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് നിങ്ങൾ വേറെ അർത്ഥത്തിൽ തെറ്റിദ്ധരിക്കല്ലേ. ഇന്ന് കേരളത്തിൽ പള്ളിയിൽ വരുന്ന കത്തോലിക്കരിൽ ഒരു 10ൽ 3 പേരെങ്കിലും തുമ്പേച്ചിറ എന്ന വീട്ടുപേര് കേട്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ കേരളത്തിലെ മെത്രാന്മാരുടെ പേര് പോലും കേൾക്കുന്നതിൽ കൂടുതൽ ചമ്പക്കുളത്തെ കുട്ടനാട്ടിലെ കോണിക്കിടന്ന ഒരു കുടുംബത്തിൻ്റെ പേര് ഇന്ന് എൻ്റെ പാട്ടുകളിലൂടെയൊക്കെ ആവും. അത് ദൈവത്തിന് സ്തുതി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക ഇതിൻ്റെ രസതന്ത്രം എന്താ. ഇതിൻ്റെ പിന്നെ രസതന്ത്രം, അമ്മയുടെ അപ്പൻ്റെ കാലത്തെ ദൈവിക പ്രവൃത്തികൾ കേട്ടു. അമ്മ അതും കൂടി ഞങ്ങളോട് പറഞ്ഞു. അമ്മയും അപ്പനും അവരുടെ അനുഭവങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. അതെല്ലാം ഞങ്ങൾ കൊതിയോടെ കേട്ട് ഞങ്ങളുടെ കുടുംബം ആരാധിച്ചു. ആരാധനയുടെ ഒരു പാരമ്പര്യം വന്നപ്പോൾ കുടുംബം ഉറച്ചു, സൽപ്പേര് ജ്വലിച്ചു, ദൈവം കുടുംബത്തെ ഉയർത്തി. അല്ലാതെ പ്രിയപ്പെട്ടവരെ, സംഗീതത്തിൻ്റെ ഒരു കൊണിശം, ഒരു ഫ്രാക്ഷൻ പോലും ശാസ്ത്രീയമായിട്ട് അറിയാത്ത നിങ്ങൾ ഏതർത്ഥത്തിൽ ഇതിനെ കാണും? പോട്ടെ, ഹാർമോണിയം വായിക്കാൻ അറിയാൻ, ജന്മന തന്നെ സാരിഗമപധനിഷയൊക്കെ ചൊല്ലിക്കൊണ്ടാ വന്നതെങ്കിൽ ഒക്കെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ചുമ്മാ പറയുന്നതല്ല. 4000-ൽ പരം പാട്ടുകൾ എഴുതി. നിങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ചെയ്ത പാട്ടുകളെല്ലാം. ഇന്നലെ ചോദിച്ചതുപോലെ അനേകം പാട്ടുകൾ നിങ്ങൾ പാടുന്നത് ഞാൻ എഴുതിയതാണ്, കമ്പോസ് ചെയ്തതാണ്. അതിനുള്ള എന്ത് കേപ്പബിലിറ്റി എനിക്കുള്ളത്? ഒന്നുമില്ല. രഹസ്യവിധ തലമുറകളുടെ ദൈവപ്രവൃത്തികൾ ഞങ്ങളുടെ വീട്ടിൽ തുടർന്ന് കേട്ട് ഒരു ഡെപ്പോസിറ്റ് ഓഫ് എനർജി കിട്ടി. അത് കിട്ടിയവരെല്ലാം ദൈവത്തെ ആരാധിച്ചവന്റെ കുടുംബം സ്ഥിരമായി നിൽക്കും. 2 കരങ്ങൾ ഉയർത്തി പറയുമോ ഹല്ലേലൂയ? സ്വരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. നിങ്ങൾ സന്തോഷത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കേ. ഹല്ലേലൂയ. സങ്കീർത്തനം 77:11. സങ്കീർത്തനം 77:11. സങ്കീർത്തനം 77:11. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഓർക്കും, പണ്ട് അങ്ങ് ചെയ്ത പ്രവൃത്തികൾ ഓർക്കും. അങ്ങനെ ഈ പണ്ട് ചെയ്ത പ്രവൃത്തികൾ ഓർക്കുന്നത് 10 വർഷം മുമ്പ് ചെയ്തതല്ലെന്ന് ശ്രദ്ധിച്ചേ. എങ്ങനെയാ ഒരു 20 വയസ്സുകാരൻ പണ്ട് ചെയ്ത പ്രവൃത്തികൾ ഓർക്കുന്നത്? സങ്കീർത്തനം 77:11. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ ഇന്ന് 2023 നവംബർ 25 ഓർക്കും. ഈ പണ്ട് ചെയ്ത പ്രവൃത്തികൾ എങ്ങനെയാണ് ഞാൻ ഓർക്കുന്നത്? എൻ്റെ അപ്പം പറഞ്ഞു തന്നത് കണ്ടോ. എൻ്റെ അപ്പൂപ്പന്മാര് എപ്പോഴും ദൈവപ്രവൃത്തികൾ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. കാണാനല്ലൊരുകാരെ, നമുക്കിവിടെ ഒരു കൈമോശം വന്നിട്ടില്ലേ? പാരമ്പര്യം അല്പം പണ്ട് കൂരയായിരുന്നു, കുടിലായിരുന്നു, കണ്ണുനീരായിരുന്നു, വേവലാതിയായിരുന്നു, വിയർപ്പായിരുന്നു.
ആക്രാന്തമായിരുന്നു. 4 നേരം 3 നേരം കഴിക്കാനില്ലായിരുന്നു. ഇന്ന് ദൈവപ്രവൃത്തികൾ പറയാൻ അല്പം മടി വന്നിട്ടില്ലേ? കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ സങ്കീർത്തനം പറയുക, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഗുണമിതാണ്, ഞാൻ എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ഓർക്കും, പണ്ട് ദൈവം ചെയ്ത പ്രവൃത്തികൾ. ഒരുമിച്ച് പറയുമോ ഹല്ലേലൂയ? അങ്ങനെ ദൈവം ചെയ്ത പ്രവൃത്തികൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ബോധ്യമുണ്ട്. അതാണ് സങ്കീർത്തനം 75:6. എന്താണ് സങ്കീർത്തനം 75:6? കിഴക്കു നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, മരുഭൂമിയിൽ നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവപ്രവൃത്തികളെ കുറിച്ചൊരു ടേസ്റ്റ് കിട്ടുമ്പം ഒരുവന് ശരിക്കും മനസ്സിലാകും, കിഴക്കു നിന്നല്ല, പടിഞ്ഞാറു നിന്നല്ല. അങ്ങ് ജപ്പാൻ കിഴക്കോട്ടൊക്കെ പോയാലല്ല, ജപ്പാൻ പടിഞ്ഞാറ് അമേരിക്കൻ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ പോയാലല്ല, ഗൾഫ് രാജ്യങ്ങൾ മരുഭൂമിയിൽ നിന്നുമല്ല. രക്ഷ വരുന്നത് ഒരുവനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ്. ഈ ദൈവാശ്രയം ആരാധനയാക്കി മാറ്റണം പ്രിയപ്പെട്ടവരെ. ഞാൻ ജോസഫിനോട് ചോദിച്ചു, ജോസഫെ, കേൾക്കാൻ വരുന്ന ദൈവജനം കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു 2-3 ദിവസം എങ്കിലും, 2 ദിവസമേ ഉള്ളൂ, പ്രിയപ്പെട്ട വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പം നമുക്ക് വലിയൊരു അഭിഷേകം കിട്ടും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സയന്റിസ്റ്റിന്റെ അങ്ങേയറ്റത്തായിരിക്കും. ഞാൻ നിങ്ങളെ കേശവദാസപുരത്തെ കാര്യം ഇന്നലെ പറഞ്ഞില്ലേ? കേശവദാസപുരത്ത് പേരെന്താ? ഒരു ചേട്ടൻ താഴെ ഇരിക്കുന്ന, ഇവിടെ അല്ലെന്ന് ഉണ്ടോ എന്ന് ഇവിടുന്ന് പറയാം, ഇവിടെ അല്ലെന്ന്. കേശവദാസപുരത്തെ കാര്യമല്ലേ പറഞ്ഞേ? ഒരാൾ താഴെ ഇരിക്കുന്നു, എല്ലാവരും മേളിൽ ഇരിക്കുമ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് റോബർട്ട് മാത്യു, ഇങ്ങനെ പേര് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തിങ്ങനെ താഴെയൊക്കെ ഇരിക്കുന്നത്. അപ്പം വലിയ വെയിറ്റ് ഒന്നും കൊടുത്തില്ല. എന്നൊക്കെ എടുക്കുന്നു. ഞാനിവിടെ അടുത്ത് ജോലി ചെയ്യുന്നത്. എവിടെയാ? തുമ്പയാ അടുത്താ. തുമ്പയടുത്ത് എവിടെയാ പറഞ്ഞു വന്നപ്പോൾ അവിടുത്തെ സയന്റിസ്റ്റാ. അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്. സങ്കീർത്തനം 75:6 കിഴക്കു നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, മരുഭൂമിയിൽ നിന്നുമല്ല, ശാസ്ത്രത്തിൽ നിന്നുമല്ല. അതൊക്കെ നല്ലതാ. ഉയർച്ച വരുന്നത് ദൈവസന്നിധിയിലാ. അതുകൊണ്ട് ആ മനുഷ്യൻ അവിടെ പടഞ്ഞിട്ട് നിലത്തിരിക്കുന്നു. കേശവദാസപുരത്ത് എല്ലാ ഹൈഗ്രേഡ് ഫാമിലി, ഒരാൾ നിലത്തിരിക്കുന്നു. കിഴക്കു നിന്നല്ല, ബോട്ടിൽ നിന്നല്ല, 18 ബോട്ടിൽ നിന്നല്ല, തുരുത്തിലെ മീനിൽ നിന്നല്ല. നിങ്ങൾക്ക് ചിലർക്ക് തുരുത്തിൽ മീനുണ്ട്. പണ്ട് നമ്മുടെ നാടൻ പാട്ടുണ്ടെന്ന്, എനിക്കുണ്ടേലെന്ന എനിക്കില്ലേലെന്ന എൻ്റെ ഭർത്താവ് പേർഷ്യയിലാണ്. ഒരു ചേച്ചി പാടുന്ന പാട്ട് കളിയാക്കി പാടുന്ന. അന്ന് അവൾക്ക് അങ്ങനെ പറയാം, എൻ്റെ ഭർത്താവ് പേർഷ്യയിലാണ്. പക്ഷെ ബൈബിള് പറയുക, കിഴക്കു നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, മരുഭൂമിയിൽ നിന്നുമല്ല, ഒരുവനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന വിധി ദൈവത്തിൻ്റെതാണ്. അപ്പോൾ എന്താ പറയുക? ടെമ്പറമെന്റ് മാറി. നിത്യാരാധന എന്ന് പറയാൻ ചാപ്പല് വേണ്ടെന്നേ. നമുക്ക് നിത്യാരാധനയ്ക്ക് ഒരു ചാപ്പല് വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് സുഖമില്ല. നിത്യാരാധന എന്ന് പറയുന്നത് ടെമ്പറമെന്റ് ഓഫ് ദ പേഴ്സൺ ആണ്. വ്യക്തി നിരന്തരം സ്തുതിക്കും. നിരന്തരം കഞ്ഞി കുടിക്കുമ്പോഴും അരി കഴുകുമ്പോഴും ഞാനത് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനത് കണ്ടിട്ടുണ്ട്. പണ്ട് നാളുകളിൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മയ്ക്കൊരു കുണുക്കമുണ്ട്, തലയ്ക്ക് ഇങ്ങനെ വെട്ട്. അപ്പം ഈ അമ്മ രൂപയ്ക്ക് 56, അന്നൊക്കെ അങ്ങനെയാണ്, രൂപയ്ക്ക് 56 മത്തി വാരിക്കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടെ അടുത്ത് കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആലപ്പുഴയിൽ നിന്ന് മീൻ ചമ്പക്കുളത്ത് വരുമ്പം ചില ദിവസങ്ങൾ രൂപയ്ക്ക് 56 എന്നൊക്കെ പറഞ്ഞ അന്നേ അയ്യോ സ്വർഗം കിട്ടുന്ന സന്തോഷം അമ്മച്ചിക്ക്. ചിലപ്പം മത്തി വാരിക്കൊടുക്കുന്നു എന്ന് പറയുമ്പം ഇങ്ങനെ വാരിക്കൊടുക്കുക 1 രൂപയ്ക്ക്. ഇന്ന് 56 രൂപയ്ക്ക് ഒരു മത്തിയാണ് കിട്ടുന്നത്. കാലം പോയ പോക്കേ. അന്ന് എന്നിട്ട് അമ്മ 56 മത്തി അമ്മ ഇരുന്ന് വെട്ടുമ്പം അമ്മയുടെ ചൂണ്ടിങ്ങനെ അനങ്ങുന്ന കാണാം. ഞാൻ പറയാം, അമ്മച്ചിക്ക് വല്ല ചൂണ്ടിന് വല്ല വിറയില വല്ലതും ഉണ്ടോ എൻ്റെ കുഞ്ഞുനാളിൽ? അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ. പിന്നീട് മനസ്സിലായി, അവൾ നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, തലമുറകൾ പറഞ്ഞ അനുഭവങ്ങൾ ഓർത്തിരിക്കുക, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇതല്ലാതെ നിങ്ങളുടെ തലമുറയെ രക്ഷിക്കാൻ നമുക്കൊരു മന്ത്രമില്ല പ്രിയപ്പെട്ടവരെ. അല്ലെ പിന്നെ നിങ്ങൾ പറ, ഞങ്ങൾ ചെല്ലുന്നിടത്ത് 2 ദിവസം ചെല്ലുന്നിടത്ത് യുവജനങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യം നിങ്ങൾക്ക് ചെയ്യടാ മോളെ ചെയ്വടി, വെറുതെ ആവത്തില്ല. ഇന്നലെയും നിങ്ങളുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ. ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചുള്ളൂ. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. ഇതാ ഇപ്പൊ എന്നെ വിളിക്കുന്നത് തോപ്പെന്ന് പറഞ്ഞ സ്ഥലത്തെ ഡെവിൻ എന്ന് പറയുന്ന ഒരു 13-12 വയസ്സുകാരനാ. അവന് യൂറോപ്പിൽ പോകാൻ ഭാഗ്യം കിട്ടി, ഫുട്ബോൾ കളിച്ച്. അവനെ
അവനോട് പറഞ്ഞ് 13 വയസ്സുകാരന് വലിയൊരു തേജസ് കണ്ട്, ഭയങ്കര ഫുട്ബോൾ കളിക്കാരനാ. അവനെ ഒരു സംഘടന യൂറോപ്പിൽ കൊണ്ടുപോയി. പക്ഷെ അവൻ എന്നും എത്തിയിട്ടില്ല, പാപം വീട്ടിലെയാ, വളരെ കഷ്ടപ്പെടുകയാ. അവനോട് 2-3 മിനിറ്റ് സമയം, മോനെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, അച്ഛന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, അച്ഛനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചൊരു ദൈവമുണ്ട്, അതുപോലെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഞാനൊരു 4 മിനിറ്റ് പറഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഡെവിൻ വൈകിട്ട് ഈ പയ്യൻ അപ്പൻ്റെ സ്ഥാനത്ത് എന്നെ വിളിച്ചിട്ട്, അച്ഛാ പ്രാർത്ഥിക്കണേ, നാളെ എനിക്ക് തിരുവനന്തപുരത്ത് കളിയുണ്ട്, എനിക്ക് കുർബാന കൂടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനി ഡെവിൻ കുഞ്ഞെ, ഇനി മുതൽ നിനക്കൊരു നിവൃത്തിയുമില്ലെങ്കിൽ നീ ശനിയാഴ്ച പകരം കുർബാനയില്ല എങ്കിലും ഞായറാഴ്ചയ്ക്ക് പകരം ബാക്കി ഒന്നും നമുക്കില്ലെങ്കിലും മോനെ നിന്റെ നിവൃത്തി കേടുകൊണ്ട് ശനിയാഴ്ച പോയി ഈശോയെ എന്ന് പറഞ്ഞ് കാഴ്ചവെക്കണം. ഇനി അഥവാ കളി കഴിഞ്ഞ് വൈകുന്നേരം 3:30 വരാമെങ്കിൽ ഈ പരിസരങ്ങളിൽ എവിടെങ്കിലും ഈവനിങ് മാസ് ഉണ്ടോ എന്ന് ചോദിച്ച് നീ ഈവനിങ് മാസിന് പോകണം. അവനെന്നും വിളിക്കും. അടുത്തയാൾ വിളിക്കുന്നു, ചങ്ങനാശ്ശേരിയിൽ നിന്ന് 16 വയസ്സുകാരൻ ഒരു ജെയിനാ വിളിക്കുന്നേ, സഹോദരൻ ജെറിൻ, ചേട്ടായി, അവൻ്റെ ചേട്ടായി ജസ്റ്റിൻ, 3 പേരും കുത്തിയിരുന്ന് പ്രാർത്ഥിക്കും. ഈ അടുത്ത കാലം, കാരണം അവരുടെ അമ്മ എൻ്റെ കണ്ണിൻ്റെ മുമ്പ് വെച്ച് പറഞ്ഞു, അപ്പൻ ചങ്ങനാശ്ശേരിയിൽ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ പറഞ്ഞ ശരിയല്ല. അപ്പൻ പക്ഷെ വല്ലാത്ത ചിന്തിക്കാൻ പറ്റാത്തൊരു വാണ്ടറിങ് മനസ്സാണ്. പക്ഷെ ഈ അമ്മ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ നിന്നവണ്ണം അമ്മയെ ഇതുവരെ തലകുനിക്കാഞ്ഞ ഒരു ദൈവമുണ്ട്. വീട്ടുവേല ചെയ്ത് ആ സ്ത്രീക്കൊരു 35 കിലോയെ തൂക്കം കാണത്തുള്ളൂ. നിങ്ങളുടെ അമ്മയുടെ തല കുനിയാൻ അനുവദിക്കാഞ്ഞ ഒരു ദൈവമുണ്ട്. അക്കൂട്ടത്തിൽ ഇവരെന്നെ കൂടി പരിചയപ്പെട്ടു. ഞാൻ ഒന്നും ചെയ്തില്ല, ദൈവം ചെയ്ത പ്രവൃത്തി പറഞ്ഞു. എന്നും വൈകിട്ടിടും ധ്യാനത്തിന് കൂടി ഇവർക്ക് വേണ്ടി 44 എത്രയും തിളമതാവേ ഞാൻ ചൊല്ലി, ചേട്ടായി 35 ചൊല്ലി, ജെറിൻ 17 ചൊല്ലി, അമ്മ 190 ചൊല്ലി, വല്യമ്മച്ചി 200 അർപ്പിച്ചു. ഇതെങ്ങനെയാ സാധിക്കുന്നത്? 1-2 മണിക്കൂർ കൊണ്ട് ദൈവം ചെയ്ത പ്രവൃത്തികൾ അനുഭവത്തോടെ പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്നവൻ ആരാധിക്കും. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി പറഞ്ഞ് ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കർത്താവെ കരുണയായിരിക്കും. ആരാധന എന്ന് പറയുന്ന ഒരു കൾച്ചറായി മാറട്ടെ. ഞാൻ നിങ്ങളോട് ഒരു പുതിയ കാര്യം പഠിപ്പിക്കുകയല്ല, എങ്കിലും കണ്ണനല്ലൊരു കാര്യം. നമുക്ക് ഈ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലൊന്ന് അവസാനിപ്പിക്കാം. എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം മനുഷ്യരെല്ലാം. ഞാൻ നിങ്ങളോട് പച്ചക്കാര്യം ചോദിക്കട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് തിരുത്തിക്കുക, ഇല്ലെങ്കിൽ തിരുത്തണ്ട. ശ്രദ്ധിച്ചു കേട്ടെ. ദൈവത്തിൽ വിശ്വസിക്കാത്ത, ദൈവമുണ്ടെന്ന് ദൈവമില്ലാത്ത, ജീവിതത്തിൽ ദൈവം എന്ന് പറയുന്ന ഒരു വിലയും കൊടുക്കാത്ത ഒരു മനുഷ്യൻ തൻ്റെ മകനെ പഠിപ്പിക്കാനും തനിക്ക് നേടാനും ഓടുന്നു, കഷ്ടപ്പെടുന്നു, വേലയെടുക്കുന്നു, രണ്ടും രാവ് പകലാക്കി അധ്വാനിച്ച് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലി എടുക്കുന്നു, തൻ്റെ മകന് വേണ്ടി വീട് കെട്ടണം, ഓടണം. ദൈവത്തിൽ ഒരു വിശ്വാസവും ഇല്ലാത്തൊരു മനുഷ്യൻ മക്കൾക്കും കുടുംബത്തിനും ഭാര്യയ്ക്കും വേണ്ടി ഓടുന്നു, വാരുന്നു, കൂട്ടുന്നു, നേടുന്നു, പൂട്ടുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദൈവത്തെ അറിഞ്ഞവൻ, യേശു ദൈവമാണെന്നറിഞ്ഞവൻ, യേശുവിൻ്റെ നാമം വിളിച്ച് നിരന്തരം എനിക്ക് നല്ലത് കിട്ടണേ കർത്താവേ, പുതിയ ബിൽഡിങ് മാറാൻ പറ്റണേ, പുതിയ വീട് എനിക്ക് കിട്ടണേ, എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് പോകണേ. ഇത് തമ്മിൽ എന്താ ഒരു വ്യത്യാസമുള്ളത്? അതൊരു സെക്കുലർ സെൽഫിഷ്നെസ്, എന്താ പറയുക, ഒരു സാധാരണ മനുഷ്യൻ്റെ സ്വാർത്ഥത, നമ്മുടെ ഒരു ആധ്യാത്മിക സ്വാർത്ഥത. നിങ്ങൾ നോർത്ത് നോക്കി, നമ്മുടെ അച്ഛാ പ്രാർത്ഥിക്കണേ, അച്ഛാ എൻ്റെ കുഞ്ഞിനെ. ഞാൻ ഈയിടെ അടുത്ത ഇടയ്ക്ക് കൊല്ലം രൂപത്തിൽ ഏറ്റവും ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്, ഞാൻ അവിടെ കളിയാക്കുകയല്ല, നമ്മുടെ ദൈവസഹായം പിള്ളയുടെ അപ്പൻ്റെ ഒരു പ്രദേശ സ്ഥലം ഞാൻ മറന്നുപോയി. അവിടെ ശുശ്രൂഷയ്ക്ക് വന്നിട്ട് അന്നത്തെ ദിവസത്തെ ഒരു ശുശ്രൂഷ മുഴുവൻ നാം ഒന്നിനും വേണ്ടി അല്ലാതെ ആരാധിക്കുമ്പോൾ അഭിഷേകം നമ്മിലേക്ക് വരും. ഇതായിരുന്നു ചർച്ചാ വിഷയം. ശരിക്കും വന്ന് നല്ല രീതിയിൽ ജനത്തോടൊരു 1.5 മണിക്കൂർ പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഇനി ഇറങ്ങി പോകാൻ നേരത്ത് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ആഹാരമൊക്കെ കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പം വണ്ടി വന്നിങ്ങനെ ചില്ലിങ്ങനെ പൊക്കുമ്പം
അവിടെ ഒരു ചെടുത്തിയുടെ മുഖം. അച്ഛാ കയ്യേലും തൊട്ടോട്ട് അച്ഛാ എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, പെട്രീഷ്യ, മകൻ കുട്രീഷ്യ, 5-6 പേരൊക്കെ പറഞ്ഞു. എനിക്കൊന്നും തലയിലോട്ട് കയറിയില്ല. ഇപ്പം അച്ഛാ എൻ്റെ മോൻ്റെ പെട്രീഷ്യ, നിങ്ങളുടെ സ്ഥലത്ത് ചില പേരുകളൊക്കെ എനിക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. പെട്രീഷ്യ എന്ന് മാത്രമാണ് ഞാൻ കേട്ടു. അപ്പം ഞാൻ പേര് മുഴുവൻ ഓർക്കുന്നില്ലല്ലോ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, ഞങ്ങൾ പോകുന്ന വഴിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞു, അമ്മച്ചി തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കൊരു വിഷമം തോന്നി, നമ്മൾ ഇന്ന് പറഞ്ഞത് മുഴുവനും നമ്മൾ ആരാധിക്കുമ്പോൾ അഭിഷേകം വരുമെന്നാണ്. അതെല്ലാം കേട്ടിട്ട് സ്വാഭാവികമാണ്, മനുഷ്യനാണ്, സ്ത്രീയാണ്, അവർ വന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് കൈയെടുത്ത് ചില്ലടച്ച, അയ്യോ ബൈബിൾ മറന്നുപോയി, ഇവിടെ നൈജി വണ്ടി നിർത്തിക്കേ, ബൈബിൾ മറന്നുപോയി, തിരിച്ച് എടുക്കാൻ വന്ന് എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ ചേടുത്തി ഇപ്പുറം നിൽക്കുന്നു. അച്ഛാ എൻ്റെ പെട്രീഷ്യയുടെ കൂട്ടുകാരി കുട്രീഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഏതാണ്ടൊരു പേര് പറഞ്ഞു, എനിക്കൊന്നും ഞാൻ പറഞ്ഞു ആ ചേടുത്തി തന്നെ, അവൾക്ക് ഇങ്ങനൊരു അസുഖമുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇപ്പം പോകുന്ന വഴിക്ക് പ്രാർത്ഥിക്കാം, എന്നും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ കള്ളത്തരമായി പോകും, ഈ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പോൾ അച്ഛൻ തിരിച്ചു വിളിച്ചു, അച്ഛാ കഴിഞ്ഞ ശുശ്രൂഷയ്ക്ക് അച്ഛൻ എൻ്റെ പള്ളിയിലും ധ്യാനിപ്പിച്ചതാ, ഇത് നമ്മൾ 2ാം തവണയെ കാണുന്നതെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ഇപ്പുറം വന്നിരിക്കുമ്പോൾ ചേടുത്ത് പിന്നെ ഇപ്പുറം നിൽക്കുന്നു. അച്ഛൻ എൻ്റെ മോൻ്റെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നോക്കിക്കേ, നമുക്ക് ഒരു സ്പിരിച്വൽ സെൽഫിഷ്നെസ് ഒരുപാട് കൂടുതലാണ്. ഞാൻ നിങ്ങളെ അപ്പം ദൈവമുള്ള നമ്മുടെ പ്രത്യേകത എന്താ? നമ്മൾ ദൈവത്തെ വിറ്റ് കാശാക്കി നേടാൻ വേണ്ടി കിടന്ന് വെപ്രാളം. കൊല്ലംകാരെ കളിയാക്കുകയല്ല, ചൊല്ലങ്ങൾ ഏറ്റവും വലിയൊരു വിഷമം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അജിയച്ചോ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ, എന്ന് ചൊവ്വനെ പ്രാർത്ഥിക്കണേ, ഒന്ന് നല്ലോണം ജപമാല പിടിക്കണേ. ആരാ? നമ്മളെ. ആർക്ക് വേണ്ടിയാ? സ്റ്റെല്ലയ്ക്ക് വേണ്ടി. സ്റ്റെല്ലേ നീ തന്നെ എടുക്കുമായിരുന്നു. എൻ്റെ അച്ഛാ ഇന്ന് ഞാനിച്ചിരി സ്റ്റെല്ലയുടെ കാര്യങ്ങളില്ല. എന്നിട്ട് എന്നെ ചങ്ങനാശ്ശേരി വിളിച്ച് പറയാ, അച്ഛാ ചൊവ്വനെ പ്രാർത്ഥിക്കണേ, അച്ഛനൊന്ന് നല്ലോണം പ്രാർത്ഥിക്കണേ, ജപമാല പിടിക്കണേ. എന്തൊരു ഗതികേടാ ഇത്. നമുക്ക് ദൈവം എന്തിനാ? കളിയാക്കുകയല്ല. അതുകൊണ്ട് സങ്കീർത്തനം 53 ചോദിക്കുന്നത്, ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തെ തേടുന്ന ജ്ഞാനികൾ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് എന്താ പറ്റിപ്പോകുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. സഹനത്തിൽ കുരുത്തവരില്ല. അതുകൊണ്ട് എന്താ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കുമെല്ലാം ഇന്നലെ പറഞ്ഞ വിഷയം തിരിച്ചു വരിക, ഡിപ്രഷൻ കയറി വരികയാ. നമുക്കൊന്ന് താങ്ങാനോ പിടിച്ചു നിൽക്കാനോ പറ്റുന്നില്ല. ആരാധിക്കുന്നവൻ പറക്കും, ആരാധിക്കുന്നില്ല ബാക്കി ദൈവം തരും. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ പിതാക്കന്മാരുടെ ചരിത്രം ഉണ്ടാകട്ടെ. നിങ്ങൾ നിങ്ങളുടെ പിള്ളേരോട് പറ, 15-18 വയസ്സായെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും മാപ്പ് അപേക്ഷിച്ചിട്ട് പറ, മോനെ ഡാർവിനെ, അപ്പന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അപ്പൻ്റെ ഒരു പ്രധാന വാക്കായിട്ട് നീ കേൾക്കണം. നിന്റെ നല്ല കാലത്ത് അപ്പൻ പറഞ്ഞിട്ടില്ല. അപ്പൻ പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ചില അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്ക്. അവൻ ഒരു അല്പം കേട്ടാലോ അവൻ ആരാധിക്കുന്നവനാകും. എൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് അങ്ങവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളത് കേട്ടു വളർന്നവരാണ്. കരങ്ങൾ ഉയർത്തി പറയുമോ ഹല്ലേലൂയ. അങ്ങനെ കേട്ട ആരെങ്കിലും കണ്ണനല്ലൂർ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പറ. അങ്ങനെ കേട്ടവര് ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പം അച്ചായന് എഴുതാൻ അറിയാം, അമ്മച്ചി കത്തെഴുതുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ചായന് ഇച്ചിരിയെ പഠിച്ചിട്ടുള്ള എഴുതാൻ അറിയാം. അപ്പം അച്ചാച്ചൻ മിലിറ്ററിയിലുള്ള ചേട്ടന് കത്തെഴുതുകയാണ്. അപ്പോൾ ആ കത്തിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ അമ്മച്ചി പറഞ്ഞു കൊടുത്ത് അച്ചായൻ കത്തെഴുതുകയാണ്. എൻ്റെ കുഞ്ഞെ അവിടെ ഉണ്ടാണ്ട് വിശേഷങ്ങൾ, നീൻ്റെ കത്ത് 3-4 മാസമായിട്ട് കഴിഞ്ഞ മാസം പിന്നെ കണ്ടില്ലല്ലോ, അവിടെ മഞ്ഞൊക്കെ ആണോ? ഇങ്ങനെ കത്തൊക്കെ തുടങ്ങുന്നത് പണ്ടത്തെ കത്തെഴുത്തൊക്കെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ, നിങ്ങളൊരു കാര്യം എഴുതുക മനുഷ്യ, ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിടണ്ട, ഇവിടെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. കർത്താവ് കൃപ തോന്നി തന്നാലല്ലാതെ കൈകൾ നിറയില്ലെന്നോർത്തിടണം. നീ അവനെ മറക്കല്ലേ കുഞ്ഞേ. എൻ്റെ ചേട്ടന് ദൈവം, എൻ്റെ ചേട്ടൻ അപ്പന് എഴുതുന്ന കത്തിൻ്റെ ഭാഗം ഞാൻ ചുമ്മാ പാട്ടാക്കി പാടിയതാ. എന്നിട്ട് അമ്മ പറഞ്ഞു കൊടുക്കുക, കുട്ടനപ്പാപ്പന് ഒരുപാട് ഓടിയിട്ട്, ഞങ്ങളുടെ ഒരു അപ്പാപ്പനാ, കുട്ടനപ്പാപ്പന് ഒരുപാട് ഓടിയിട്ട് ഒടുവിൽ അറിയാവല്ലോ, കുട്ടനപ്പാപ്പൻ ദൈവത്തിന് വില കൊടുത്തില്ല, മടിശീലയിലൊന്നും ബാക്കി വെച്ചില്ല. പിതാക്കന്മാരുടെ കാലത്തെ ദൈവപ്രവൃത്തികൾ പറഞ്ഞ കത്ത് പോലും
പിതാക്കന്മാരുടെ കാലത്ത് അപ്പന്റെ സഹോദരന് പറ്റിയ ചില ഭവിഷ്യത്തുകള് നീ അത് മറന്നു പോകല്ലേ. നീ അവനെ മറക്കല്ലേ കുഞ്ഞേ, ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിടണ്ട, ഇവിടെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. നോർത്തുകയെ കാശ്മീരിൽ നിന്ന് ജോലി ചെയ്യുന്ന എൻ്റെ ചേട്ടന് കിട്ടുന്നൊരു മനോബലം, ഇവിടുത്തെ കാര്യങ്ങളോർത്ത് നീ കിടന്ന് വ്യപരാധിപ്പെടണ്ട. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ അയച്ചു തന്നിട്ട് വേണം നടക്കാൻ. പക്ഷെ അതിനു വേണ്ടിയല്ല അമ്മ എഴുതുന്നത്. എടാ പൊന്നു കുഞ്ഞെ, എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരു മണിയോടെ ഒരു 500 ഇടാ. എൻ്റെ കുഞ്ഞെ, ഇവിടുത്തെ കാര്യം നിനക്ക് ഇത്രയും ബോധവും പൊക്കണമൊക്കെ ഇല്ലേ? നീ എന്നാ ഓർത്തിരിക്കുന്നത്? ഞങ്ങളിവിടെ എന്നാ എടുക്കും? ഇതൊന്നും അല്ല അമ്മയുടെ വിഷയം. നിങ്ങൾ തിരിച്ചറിഞ്ഞേ. ഇപ്പൊ പൊന്നുകുഞ്ഞെ, നിന്നെ പഠിപ്പിച്ച് മിലിറ്ററി കയറ്റിവിട്ടത്, എടാ പൊന്നുകുഞ്ഞെ, നീ അതനുസരിച്ച് കണ്ടറിഞ്ഞ് ഇവിടെ ഇപ്പൊ അച്ചാച്ചൻ എവിടെ പോയി കൈ നീട്ടാനാ? ഇതൊന്നുമല്ല കത്തിന്റെ വിഷയം. ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിടണ്ട, ഇവിടെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, മഞ്ഞത്തിരിക്കുന്ന എൻ്റെ ചേട്ടൻ എന്ന് കിട്ടിയ ആത്മബലം. എന്നിട്ട് അമ്മ താഴെ പറഞ്ഞു കൊടുക്കുക, അവനോടൊരു കാര്യം പറ. ഒറ്റയ്ക്കങ്ങൊരിടത്തും പോകരുതേ, രാത്രി വൈകാതെ തിരികെ പോന്നിടണം. എത്ര തിരക്കിലും പള്ളിയിൽ പോകണം, പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ, നിന്നെ മാതാവ് കാത്തോളും കുഞ്ഞെ. നിങ്ങൾക്ക് പിടികിട്ടിയോ? നിങ്ങൾക്ക് പിടികിട്ടിയോ അവസാനത്തെ വരി? ഞാൻ കളിയാക്കിയതല്ല. പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ. എടാ മോനെ, പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്? പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്? എത്ര മിനിറ്റ് കിടക്കുന്നതിന്? എത്ര മിനിറ്റ്? 2 മിനിറ്റ്. പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്? എത്ര മിനിറ്റ്? അവനെ തന്നെ അറിയിച്ചില്ല. ഞാൻ 3-4 പേര് ചോദിച്ചപ്പോൾ, എടാ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്? അതെ അതെ, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു തന്നൊരു കാര്യം അബ്സല്യൂട്ട്ലി ഡിഫറൻറ്റ്. എന്നോടല്ല, ചേട്ടനോട്. പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങണമെന്നല്ല. എൻ്റെ 85-ാം വയസ്സിലും അതോർക്കുമ്പോൾ ഒരു കുളിര. പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ. യു മേ സ്ലീപ്പ് വൈൽ യു പ്രേ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഉറങ്ങിപ്പോകണം. നീണ്ട 50 വർഷങ്ങൾക്കോ 45 വർഷങ്ങൾക്കോ മുമ്പ് കേട്ട ഈ പഠനം എപ്പോഴും ഓർത്തിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിനെ ഇടയ്ക്കിടയ്ക്കെല്ലാം തുയിലുണർത്തും. നിരന്തരം ഇങ്ങനെ സ്തുതിക്കാൻ, പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ. വ്ളാത്താങ്കരയിലെ വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വലിയൊരു ശുശ്രൂഷയ്ക്ക് ഒരു മരിയൻ ഗാനം പാടാൻ അവരെന്നെ വിളിച്ച്. എന്നാ കണ്ടിട്ടാണ് അവരെന്നെ വിളിച്ചത്. ഓട്ടെ, ഞാൻ ചെന്നു. അപ്പോൾ അവിടുത്തെ വലിയ കൊടിയേറ്റ, ഭയങ്കര കൊടിയേറ്റ്, 125-ാമത്തെ വർഷത്തെ പെരുന്നാൾ. അപ്പം ഞാൻ വ്ളാത്താങ്കര ഒത്തിരി ദൂരെയാണെന്ന് കരുതി ഞാൻ ഇച്ചിരി പേടിച്ച് നേരത്തെ ചെന്നു. ഒരു 4:45 അവിടെ ചെന്നു. സത്യത്തിൽ 8 മണിക്കേ ഉള്ളായിരുന്നു പ്രോഗ്രാം. അപ്പം ഷാജിച്ച കൊടിയേറ്റിന് കൂടാമെന്ന് ചോദിച്ചു. അതിലാണ് മറിഞ്ഞിരിക്കുന്നത്. കൊടിയേറ്റ് കഴിഞ്ഞൊരു ഭയങ്കര ആഘോഷ കൊടിയേറ്റ, ഭയങ്കര ആഘോഷം, ഭയങ്കര കർമ്മങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ സമയമായപ്പം അവിടുത്തെ കൈക്കാരൻ എന്നെ പരിചയപ്പെടുത്തുക. നിങ്ങൾക്കറിയാമോ, കൈക്കാരൻ എന്നെ കണ്ടിട്ട് പോലുമില്ല, ഒരു പരിചയമില്ല. ആരാണ്ടൊക്കെ പറഞ്ഞിട്ട് ഷാജിയച്ചനാണ്, യേശു അമ്മയുടെ തായെ ഏതാണ്ടൊക്കെ തെറ്റിച്ചൊക്കെയാണ് പാട്ട് പാടിയത്. അപ്പോൾ പുള്ളി ആരാണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് പറയുക, എന്നെക്കുറിച്ചൊന്നും അറിയത്തില്ല, അറിയേണ്ട ആരുമില്ല. അദ്ദേഹം വേറൊരു ബാങ്ക് മാനേജരാ. ഈ അച്ഛനാണ് അമ്മയുടെ മോനെ എന്നുള്ള പാട്ട് ഇങ്ങനെ തെറ്റിച്ചൊക്കെ പറയുക. എനിക്ക് നാണം കൂടെ വരുന്നുണ്ട്. എന്നിട്ട് അക്കൂട്ടത്തിൽ പറയുക. പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ കൊടിയേറ്റിൻ്റെ സമയത്ത് മുഴുവൻ അച്ഛൻ പ്രാർത്ഥിക്കുകയായിരുന്നു. സത്യത്തിൽ അത് ശരിയായിരുന്നു. ആ കൊടിയേറ്റുന്ന സമയത്തെല്ലാം ഞാൻ അവൾ അത്താങ്കരി ഓർത്തിച്ചോ, കരുണയായിരിക്കണമേ മെല്ലെ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ അത് നോട്ട് ചെയ്തു. എന്നെ ഇതിലേക്ക് ഒരുക്കിയത് നോക്കണം. അദ്ദേഹത്തിന് എൻ്റെ പാട്ട് പോലും അറിയില്ല, ഹാസ് നോ കണക്ഷൻ വിത്ത് മീ. പക്ഷെ അദ്ദേഹത്തെ അരമണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ കയറി. അച്ഛൻ മുഴുവൻ സമയം നമുക്ക് വേണ്ടി പ്രാർത്ഥന സാക്ഷ്യപ്പെടുത്തുക. എനിക്ക് എവിടുന്നാണ് ഈ കൾച്ചർ കിട്ടിയത്? ഞാൻ അത്ര പ്രാർത്ഥനക്കാരനാണോ? അല്ല. ഇവിടുത്തെ ഒറ്റയ്ക്കങ്ങൊരിടത്തും പോകരുതേ, രാത്രി വൈകാതെ തിരികെ പോന്നിടണം, എത്ര തിരക്കിലും പള്ളിയിൽ പോകണം, പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ. നിങ്ങൾക്കറിയാം, എൻ്റെ 8-ലും 9-ലും 10-ലും
എൻ്റെ 8ലും 9ലും 10ലും ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന എങ്ങനെയായിരുന്നറിയാവോ? അമ്മയുടെ ഈ വാക്കിൻ്റെ ആയിരിക്കാം. ഞാൻ കുറച്ച് പ്രാർത്ഥനയെല്ലാം ചൊല്ലിയിട്ട് ഞാൻ കിടക്കുമ്പം, എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു പ്രത്യേക പ്രാർത്ഥന അപ്പോൾ ഉണ്ട്. ഈശോയെ നന്ദി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ, ഈശോയെ നന്ദി എന്നൊന്നുമില്ല, അങ്ങനെ എനിക്ക് പറയാനൊന്നും അറിയത്തില്ല, അങ്ങനെ ചെയ്യത്തില്ല. ഞാനിങ്ങനെ ഈശോയെ ഇങ്ങനെ ധ്യാനിക്കും. ഒരു 8ാം ക്ലാസ്സിലൊക്കെ, അതായത് ആ ധ്യാനം ഇങ്ങനെ ഈശോയുടെ, എനിക്ക് എൻ്റെ ജീവിതം അന്ന് നല്ലതായിരുന്നെങ്കിൽ, എൻ്റെ ജീവിതം അന്നൊരു നല്ലതായിരുന്നെങ്കിൽ ഈശോയുടെ ഇങ്ങനെ മുടി, കണ്ണ്, മുഖം, ചുണ്ടുകൾ, തോളെ, 6ാം വേലി, കാലുകൾ, മുട്ട്, ഇങ്ങനെ ഇവിടം വരെ ഒരു 3.5 മിനിറ്റ് കൊണ്ട് ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകും. പക്ഷെ അതിലേക്ക് എന്നെ എത്തിച്ചത് ഇതായിരിക്കാം. കുഞ്ഞെ, പ്രാർത്ഥിച്ചും കൊണ്ടേ ഉറങ്ങാവൂ. എൻ്റെ കുഞ്ഞെ, കുട്ടനപ്പാപ്പന് പറ്റിയത് നീ ഓർത്തേക്കണം. നമ്മുടെ അച്ചായന് ആ നെല്ല് പോലീസ് പിടിച്ചെന്ന് കഴിവുകൊണ്ടല്ല രക്ഷപ്പെട്ടെന്ന് നീ ഓർത്തോണം. നീ അവനെ മറക്കല്ലേ, കർത്താവിനെ മറക്കല്ലേ. എന്നിട്ട് ഒരിക്കൽ അമ്മ പറഞ്ഞത് ഞാൻ കേൾക്കുകയാ പ്രിയപ്പെട്ടവരെ. കർത്താവിനെ കൈവിട്ടവിടെ നീ ജീവിച്ചെന്നറിയുന്നതേക്കാൾ, കർത്താവിനെ കൈവിട്ട് എൻ്റെ കുഞ്ഞെ നീ അവിടെ ജീവിച്ചു, മേളാങ്കിച്ച് ജീവിച്ചു എന്നറിയുന്നതിനേക്കാൾ, കർത്താവിനെ കൈവിട്ടവിടെ നീ ജീവിച്ചെന്നറിയുന്നതേക്കാൾ, കുഞ്ഞെ നന്നേ ചെറുപ്പത്തിൽ തന്നെ നീ മരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം. ഇന്ന് ഈ 55ാം വയസ്സിൽ ഇത് പാടുമ്പം ദൈവത്തോടുള്ള നന്ദി കൊണ്ട് എൻ്റെ കണ്ണ് നിറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കർത്താവിനെ കൈവിട്ടവിടെ നീ എന്തെല്ലാം ഉണ്ടാക്കിയാലും കർത്താവിനെ കൈവിട്ടവിടെ നീ ജീവിച്ചെന്ന് അച്ചാച്ചനും അമ്മച്ചിയും അറിയുന്നതിനേക്കാൾ നല്ലത് കുഞ്ഞേ നന്നേ ചെറുപ്പത്തിൽ തന്നെ നീ മരിക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം. 6ാം വയസ്സിലോ 7ാം വയസ്സിലോ കേട്ടതാണ്. 55ാം വയസ്സിലും ആത്മദീപങ്ങൾ ആർക്കും വായിക്കാനാവാത്ത പാഠങ്ങളായി. അതാ ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നമ്മുടെ തലമുറയോട് ഇങ്ങനെ ഒരു ബന്ധം നമ്മൾ സൂക്ഷിച്ചോ? വലതുകരമുയർത്തി ഹല്ലേലൂയ, സ്വരമുയർത്തി ഹല്ലേലൂയ. നിങ്ങൾക്ക് നൊമ്പരമില്ലേ? എനിക്ക്, അവരുടെ ആരുമല്ലാത്ത എനിക്ക്, നിങ്ങളുടെ ചെറുപ്പക്കാരെ പള്ളി കാണാഞ്ഞപ്പോൾ നെഞ്ചു കിടന്ന് പിടച്ചു. ഞാനൊരു 8 പേരെ വിളിച്ചു, നിങ്ങളുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചു. അപ്പം നിങ്ങളുടെ നൊമ്പരമോ നിങ്ങൾ കാണിക്കുന്നില്ല. ഒത്തിരി വിഷമമുണ്ട്, പക്ഷെ നമുക്കതിനകത്തൊരു കുറ്റമുണ്ട്. വിഷമിപ്പിക്കുകയല്ല. നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ദൈവം ചെയ്ത പ്രവൃത്തികൾ അവർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പിള്ളേരോട് നമ്മളത് കുഞ്ഞുനാൾ തൊട്ട് പറഞ്ഞു കൊടുത്തില്ല. കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ. എൻ്റെ കൂടെ പാടാവോ? ഓർമ്മ പാട്. ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തുന്നു. 8:30 ഈ പാട്ട് അച്ഛൻ എഴുതിയാന്ന് അറിയാവുന്നവരൊന്ന് കരമുയർത്താവോ? സത്യമായിട്ടും അറിയാവുന്നവര്. 29 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടാ. പാട്ട് പറയാൻ കാര്യം, ആ വരികളൊന്ന് കേട്ടേ. ഓർമ്മ വെച്ച നാൾ മുതൽ, കുർബാന സ്വീകരിച്ച നാൾ മുതലല്ല, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഓസ്തിയിൽ പള്ളിയിൽ അപ്പം കാണുന്നു എന്നല്ല, ഓസ്തിയിൽ നിന്നെ കാണുന്നു, വാഴ്ത്തു. എൻ്റെ ഓർമ്മ മുളച്ച കാലം തൊട്ട് ഈശോയെ ഈ അപ്പത്തിൽ ഞാൻ നിന്നെ കണ്ട് വാഴ്ത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ പാടിയിരിക്കുന്നത്. കുഞ്ഞുനാൾ മുതലെൻ്റെ മാനസത്തിൻ്റെ ഭാഗ്യമേ. ഇത് ചുമ്മാ എഴുതി നിങ്ങൾ കരുതരുതേ. കേരളം ചുമ്മാതെ ഏറ്റെടുത്തതല്ല. 96 തൊട്ട് കോടിക്കണക്കിന് മനുഷ്യരാ പാടിയത് ഈ പാട്ട്.
ഈശോയ്ക്ക് സ്തുതി. നിങ്ങൾ കരുതുന്നുണ്ടോ ഞാനിത് കുത്തിയിരുന്ന് എഴുതിയതാന്ന്? നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. കുർബാനയ്ക്കിടയ്ക്ക് ടപ്പേന്ന് പിറന്ന പാട്ടാണ്. ഒരു കുർബാന കുരിശുമൂട്ടിൽ അച്ഛൻ എന്നൊരു അച്ഛൻ അർപ്പിക്കുമ്പം ഞാൻ അച്ഛൻ്റെ കൂടെ കുർബാനയ്ക്ക് കൂടുകയുമല്ല, ഞാൻ കുർബാന അർപ്പിച്ചു. അച്ഛൻ്റെ കുർബാന അർപ്പിച്ച ചുമ്മാതെ അച്ഛൻ്റെ കുർബാനയുടെ ജൂബിലിക്ക് ഒരു പാട്ട് പാടാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പോൾ അന്നപ്പോൾ കുർബാനയുടെ പകുതിയായുള്ളൂ. ഞാനപ്പോൾ ഇങ്ങനെ അപ്പുറത്തിരുന്ന് ഒരു ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ കുർബാനയുടെ സമയത്ത് മിന്നൽ പോലെ പിറന്ന പാട്ടാ. ഇതെങ്ങനെ പിറന്നതാ? കാരണം ഇതാ, പിതാക്കന്മാരുടെ കാലത്ത് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞു എന്നറിയത്തില്ല. ഞാൻ പെട്ടെന്ന് നേരം പോയി തീർന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. എൻ്റെ വീട്ടിൽ പണ്ട് ഭയങ്കര കോഴങ്കളിയാണ്. എന്നിട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പണ്ടത്തെ ഓരോ കാര്യമേ. ഒന്നാമത്തെ കാര്യം, ഞാൻ നിക്കറൊന്നും ഇല്ലാതെ നടക്കുന്ന പ്രായത്തിൽ തന്നെ എൻ്റെ നേരെ മൂത്ത സഹോദരിയുമായിട്ട് 5 വയസ്സ് വ്യത്യാസം. എൻ്റെ നേരെ മൂത്ത സഹോദരനുമായിട്ട് 9 വയസ്സ് വ്യത്യാസം. പാപ്പച്ചന്, നിങ്ങൾ നോർത്ത് നോക്കിയ, പാപ്പച്ചന് 9 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. എൻ്റെ പെങ്ങൾക്ക് 5.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ പാപ്പച്ചന് 19 വയസ്സുള്ളപ്പോൾ ഞാൻ വെറും 10 വയസ്സേ ഉള്ളൂ. ഭയങ്കര ഏജ് ഡിഫറൻസാണ്. അപ്പം ഞാൻ നിക്കറൊന്നും ഇല്ലാതെ നടക്കുന്ന പ്രായത്തിൽ മൂത്തവർക്കൊക്കെ ഭയങ്കര ഡിഫറൻസാണ്. 12 മക്കളല്ലേ. അപ്പം ഞാൻ നിക്കറൊന്നും ഇടാതെ നടക്കുന്ന പ്രായത്തിൽ പിന്നെ മൂത്ത ചേട്ടന്മാർ 2 പേര് കെട്ടി അവരെന്നോളം പ്രായമുള്ള പിള്ളേരുണ്ടായി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിക്കറിടാൻ നടക്കുന്ന എന്നോളം പ്രായമുള്ള ഒരു 1 വയസ്സൊക്കെ താഴെയുള്ള പിള്ളേർ അപ്പാപ്പാന്ന് വിളിക്കുക. എന്തൊരു കഷ്ടമാണ് നോക്കണേ. 4-ാം വയസ്സിൽ അപ്പാപ്പനായി. ഇതൊരു കഷ്ടം. അപ്പം എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക്, അപ്പോൾ ഞാനൊക്കെ ജനിച്ചപ്പോൾ വീട്ടിൽ നല്ല പ്രാരാബ്ധമായി. അപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഞാനൊരു കളിപ്പാട്ടം ഒന്നും കണ്ടിട്ടില്ല. അയ്യോ, നിങ്ങൾക്ക് കളിപ്പാട്ടം ഉണ്ടായിരുന്നോടാ? കളിപ്പാട്ടം ഉണ്ടായിരുന്നോടാ? ഇഷ്ടം പോലെ ഉണ്ടായിരുന്നായിരിക്കും. ഞാനിവിടെ മലപ്പുറത്തൊരു വീട്ടിൽ ചെന്നപ്പം ഒരു വീടിൻ്റെ പൂമുഖത്തിൻ്റെ വലിപ്പം ഇത്രയുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ചെറുക്കൻ 12 വയസ്സ് ഭൂ എന്ന് പറഞ്ഞ് വണ്ടി കൊണ്ട് വരുന്നത്. ഞങ്ങളത്തെ പോലെ കാറാന്ന്. അയ്യോ, ഒറിജിനൽ കാറിൻ്റെ വലിപ്പമുള്ളൊരു കളിപ്പാട്ടമാണത്രേ. അന്തം വിട്ട് കുന്തം വിഴുങ്ങിപ്പോയി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങൾ 50 വയസ്സിന് മുകളിലുള്ള കാര്യമാണ് പറയുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊരു കളിപ്പാട്ടം ആകപ്പാടെ കണ്ടത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലാണ്. ഞെക്കുമ്പോൾ തുപ്പുന്ന ഒരു പാവ. അത് മേടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അപ്പുറത്തെ ജോസഫുട്ടി ഒറ്റ ഞെക്ക മോന്തയ്ക്കിട്ട് തുപ്പും, അല്ലാതെ ഒരു ഗുണവും ഇല്ല. അത് കൈ പോലും കിട്ടത്തില്ല. ഒരു കളിപ്പാട്ടം ഇല്ലാത്ത ബാല്യം. പിന്നെ ഈ കുസൃതി കുടുക്കയെ കൈകാര്യം ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? ഇതൊക്കെ പഴയ തലമുറയുടെ ഇൻ്റർനാഷണൽ ബുദ്ധിയാണ്. എന്നറിയോ? അവരൊരു ഉഗാണ്ടയിൽ നിന്ന് ഒരു കളിയും കൊണ്ട് വന്നിരിക്കുക. എന്നറിയോ? അപ്പുറത്ത് പാപ്പച്ചൻ, ഇപ്പുറത്ത് മറിയമ്മ. ഞാൻ നടുക്കത്ത് ഇങ്ങനെ മിഴുക്കസിയാന്നും പറഞ്ഞിരിപ്പുണ്ട്. ഭയങ്കര കുരുട്ടുബുദ്ധി, ഭയങ്കര കൊനഷ്ട. എന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി കളിയുണ്ടാക്കി. എന്നാ കളിയാന്നറിയോ? നിങ്ങൾ ഈ കളി കേട്ടിട്ടുണ്ടോ? കാക്ക പറവറ. ഉടനെ കൊച്ചു പറയും കാക്ക പറവറ. ഉടനെ മറിയുമ്പോൾ പറയും കോഴി പറവറ. ഉടനെ ഞാൻ പറയും കോഴി പറവറ. ഉടനെ ചേട്ടായി പറയും തുമ്പി പറവറ. ഞാൻ പറയും തുമ്പി പറവറ. അതിൻ്റെ ഇടയ്ക്കൂടെ മറിയുമ്പോൾ കയറി പറയും അച്ചാച്ചൻ പറവറ. ഉടനെ ഞാൻ പറയും അച്ചാച്ചൻ പറവറ. ഉടനെ ഇവര് ഭയങ്കര ചിരിയ. അച്ചാച്ചൻ പറക്കത്തില്ലേ, വാവേ വാവേ എന്ന് പറയും. ഇവരാണോ കളിക്കുന്നത് അതോ ഞാനാണോ കളിക്കുന്നത്? ആർക്കറിയാം. ഒരു വല്ലാത്ത കളിയും കൊണ്ട് വന്നിരിക്കുക. നമ്മൾ കുഞ്ഞല്ലേ, പിന്നെയും പറയും തുമ്പി പറവറ, തത്ത പറവറ, മാടത്ത പറവറ. ഇങ്ങനെ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ പറവറ. ഞാൻ പറയും ചേട്ടൻ പറവറ. അവരെ ഇവർ കുടഞ്ഞു കുത്തി മലർന്നു കുത്തി ചിരിയ. എന്നെ പള്ളിയിൽ കൊണ്ടുപോകുന്നത് അച്ചാച്ചനാ. ഞാനൊരു പരമസത്യമായി പറഞ്ഞു, എന്നെ പള്ളിയിൽ കൊണ്ടുപോകുന്ന അച്ചാച്ചനാ. അന്നും ഇന്നും ഇതുവരെ എൻ്റെ മുറിയിൽ കലണ്ടറില്ല. പ്രിയപ്പെട്ടവരെ, കലണ്ടറില്ല. നിങ്ങൾക്ക് എൻ്റെ മുറി വന്ന് നോക്കാം, കലണ്ടറില്ല. കാരണം പണ്ട് കലണ്ടർ എന്തിനാ? പണ്ടെന്തിനാ കലണ്ടർ? പണ്ടെന്തിനാ കലണ്ടർ? നല്ല വീടുകളിൽ പണ്ട് കലണ്ടർ എന്തിനാ? ഞായറാഴ്ച അറിയാനാ. എന്തിനാ? പള്ളി പോകാനുള്ള കൊതി പൂത്തിട്ടൊന്നുമല്ല. ഞായറാഴ്ച ഇറച്ചി മേടിക്കും. അതിനെനിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഞായറാഴ്ച എന്തെന്ന് തിരിച്ചറിയുന്നത് എൻ്റെ അപ്പൻ്റെ ഡ്രസ് കോഡ് കണ്ടിട്ടാ. എൻ്റെ അച്ചാച്ചൻ സാധാരണ മനുഷ്യനാ, കൈലി മാത്രമേ ഉടുക്കത്തുള്ളൂ. പക്ഷേ അച്ചാച്ചൻ കല്യാണ വീടുകളിൽ പോകുമ്പോൾ ഒരു ടർക്കി കുടിയിടും, പക്ഷെ ബനിയനിടത്തില്ല. ഞാനത് കണ്ടിട്ടുള്ളതുകൊണ്ടാ. പക്ഷെ ഞായറാഴ്ച അച്ചാച്ചൻ നല്ല വെളുത്ത ഒരു ഷർട്ടും മുണ്ടും ഒരു നല്ല ടർക്കിയും ഇടും. ഇട്ടാൽ അതിൻ്റെ അർത്ഥം അത് ഞായറാഴ്ചയാ. എന്നെ പള്ളിയിൽ കൊണ്ടുപോകുന്ന എന്നെ പിടിയും വലിയും എല്ലാം കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട പള്ളി ചെല്ലുന്ന സമയമില്ല. ഞാൻ ഒതുക്കി പറയുക.
വഴിയിലൊരു മാക്കാച്ചിയെ കണ്ടു, അതിനെ ചവിട്ടിപ്പിടിച്ചു. ഒരു തുമ്പിയെ പിടിക്കാൻ വേണ്ടി ഓടി. എൻ്റെ ചെറുക്കാൻ, നിന്റെ കാര്യങ്ങൾ പൊലിയിറക്കാൻ വന്നേന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് കെട്ടിപ്പൂട്ടി പള്ളി കൊണ്ടുവരുമ്പം 6 അടി പൊക്കവും അജാനുബാഹുക്കളും പാറ പോലെ ഉറപ്പുള്ള ദേഹവും പാദങ്ങളും. പാറ പോലെ ഉറപ്പുള്ള ദേഹമുള്ള അജാനുബാഹുവായ എൻ്റെ അപ്പൻ ആകെ കിതയ്ക്കുന്നത് കണ്ടിട്ടുള്ളത് എന്നെ പള്ളി കൊണ്ടുപോകുമ്പോഴാണ്. പാവം അവിടെ പള്ളിയുടെ മുറ്റത്ത് നിന്ന് പട്ടി അണയ്ക്കുന്നവരാണെങ്കിൽ അയ്യോ ഇതിനെ സാക്ഷാൽ ഒന്നേ എന്നെ പള്ളി കൊണ്ടുമാച്ച അപ്പൻ അണയ്ക്കും. ഇനി പണവട സമയം ഇതിനെ സഹിക്കാൻ പറ്റത്തില്ല, അവൻ ഉന്തിത്തള്ളി അമ്മയുടെ അടുത്തോട്ട് വിടും. എൻ്റെ സഹോദരങ്ങളെ, പിന്നെ എൻ്റെ എല്ലാ കുസൃതിയും തൊന്തരവും അവിടെയാണ്. അമ്മച്ചിയുടെ തള്ളവരിലെ ഞാന്ന് കിടന്നുകൊണ്ട് കിങ്ങിണി ആടുക, അമ്മച്ചിയുടെ മുണ്ടിനകത്തൂടെ കയറി ഇങ്ങനെ ഇറങ്ങുക, ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങുക. അമ്മച്ചി ഞുറിഞ്ഞു വെച്ച സ്ഥലം സുറിയാണി നസ്രാണി വിശറി ഈ പുടവയുണ്ടല്ലോ, അത് മടക്കി കുത്തി കയറ്റി അകത്തോട്ട് വെച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചിയുടെ നെഞ്ചിൽ നിന്ന് സാമാന്യം പള്ളിമണിയുടെ ഞാത്ത് പോലെ തൂങ്ങിക്കിടക്കുന്ന വലിയ ഈ ബന്ധിങ്ങായി തൂങ്ങിക്കിടന്ന് ആടുക. ഇതൊക്കെയാണ് പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി എൻ്റെ ചെറുക്ക എൻ്റെ പൊന്നു കുഞ്ഞേടും എൻ്റെ കാര്യയുടെ പൊന്നു കുഞ്ഞ്, നീ കൂട്ടുകാരൻ ജോസഫ് കുട്ടിയെ നോക്കടാ, എടാ പൊന്നു കുഞ്ഞ്, നീ ഞാനെങ്കിലും ഒന്ന് ഇവൻ്റെ ഞാൻ നിന്നെ തല്ലും കേട്ടോ, എടാ പൊന്നു ചേർക്കാൻ ഞാൻ നിനക്ക് പായസം വെച്ച് തരാടാ ഇതൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് അമ്മച്ചി എന്നെ തല്ലാതെ തല്ലി നോവിക്കാതെ അമ്മ അടങ്ങത്തില്ല. എൻ്റെ പൊന്നു കുഞ്ഞിയുടെ ഞാനെങ്കിലും ഇവന് ആരെ എൻ്റെ അടുത്ത് ചെറുക്ക ഞാനൊന്ന് കൂടട്ടടാ, മോനെ അത് ഈശോയാടാ. അങ്ങനെ ഏതോ ഒരു നേരത്ത് ഏതോ ഒരു സമയത്ത് അമ്മ അൾത്താരിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, മോനെ എടാ പൊന്നു കുഞ്ഞെ നോക്കിക്കേ അത് ഈശോയാ. അപ്പൊ ഞാൻ കാണുകയാണ് പള്ളിയിലെല്ലാരെക്കാളും പൊക്കത്തിൽ, എൻ്റെ കൂട്ടുകാരൻ ഞെക്കുന്ന തുപ്പുന്ന പാവയുള്ള കൂട്ടുകാരനേക്കാൾ പൊക്കത്തിൽ, എൻ്റെ പൊക്കമുള്ള അപ്പനേക്കാൾ പൊക്കത്തിൽ, എൻ്റെ പള്ളിയിലെ എല്ലാവരേക്കാളും പൊക്കത്തിൽ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ പൊന്നമ്മച്ചിയേക്കാൾ പൊക്കത്തിൽ 3 പടികൾക്ക് മുകളിൽ വർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഞങ്ങളുടെ പള്ളിയിലെ നടുക്ക് നിൽക്കുന്ന അച്ഛൻ്റെ തലയ്ക്കും മുകളിൽ വിരലുകളിൽ തൊട്ടെന്ന വണ്ണം ചിറക് വിടർത്തി നിൽക്കുന്ന വെള്ളരിപ്രാവ് പോലെ ശോഭപൂർണനായ തേജസ്സാർന്ന ഒരു വെള്ള തൂവള്ള മുഴുപ്പുള്ള ഒരു അപ്പം കണ്ടാൽ അച്ഛൻ്റെ വിരലുകൾക്ക് മീതെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന ഒരു തൂവെള്ള അപ്പം പ്രാവ് പറന്നു നിൽക്കുന്നത് പോലെ അത് ചൂണ്ടിയിട്ട അമ്മ പറഞ്ഞത് അത് കർത്താവാണ്. ആ കർത്താവ് പൊന്നുകുഞ്ഞിനെ ഉയർത്തും. എന്നോട് ഒരുപാട് നിനക്ക് ഒരു നല്ല കാലം വരും എൻ്റെ കുഞ്ഞെ എന്നൊരുപാട് ഊന്നിപ്പറഞ്ഞു അമ്മ. ഒരു നല്ല കാലം, ഇതൊക്കെ എൻ്റെ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. ഈശോ നിനക്കൊരു നല്ല കാലം കൊണ്ടുവരും കുഞ്ഞേ. ഞാൻ നോക്കുമ്പം വിരലുകൾക്ക് മീതെ ഇങ്ങനെ പറന്നു നിൽക്കുന്ന ഒരപ്പം, പ്രാവ് പോലെ. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഞാൻ ഓർത്തു, എൻ്റെ മറിയമ്മ, എൻ്റെ പാപ്പച്ചൻ, സഹോദരൻ പറഞ്ഞു തന്നു, തുമ്പി പറക്കും, പ്രാവ് പറക്കും, മാടത്ത പറക്കും, അപ്പം പറക്കില്ല. അപ്പം പറക്കും എന്ന് പറയുമ്പോൾ ചിരിയാ, കൂട്ടച്ചിരിയാ. മാടത്ത പറക്കും, കുരുവി പറക്കും, അച്ചാച്ചൻ പറക്കില്ല, അമ്മ പറക്കില്ല, നമ്മളാരും പറക്കില്ല. പക്ഷെ എൻ്റെ അമ്മ പറയുന്നു, വിരലുകൾക്ക് മീതെ തൊട്ട് പറന്നു നിൽക്കുന്ന വെള്ളരിപ്രാവ് പോലെ നിൽക്കുന്ന അപ്പം നിന്റെ ഈശോയാണെന്ന് അമ്മ കാതിൽ പറഞ്ഞു. ഈ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നമ്മുടെ അച്ചാച്ചന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ. അന്ന് മുതൽ ഇന്ന് വരെ കിട്ടിയ ആത്മധൈര്യമാണ് ഈ ശുശ്രൂഷയുടെ ബലം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ദൈവം ചെയ്ത പ്രവൃത്തികൾ അവർ മടുക്കാതെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞങ്ങളത് നിരന്തരം കേട്ടിട്ടുണ്ട്. അതാ ഞങ്ങളുടെ ബലം. ആ ബലം കിട്ടുമ്പം നമ്മൾ ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ ആരാധിക്കും. നിങ്ങൾ ഓർത്ത് നോക്കിയേ, മരിയൻ സിനിമ എന്ന സ്വപ്നത്തിന് വേണ്ടി 12-14 വർഷമായി. എനിക്ക് ഷുഗറായിപ്പം, പക്ഷെ ഷുഗറുള്ള പോലെ ഒത്തിരി തോന്നാറില്ല, ദൈവത്തിൻ്റെ കരുണ. ഷുഗർ വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു തൻ്റെയിടവും വാശിയിലും 400 ദിവസം രാവിലെ ഉച്ചയ്ക്കും കഴിച്ചില്ല. 330 ഞാൻ വീണുപോയി, കൈയെല്ലാം അങ്ങ് ശോഷിച്ച്. എന്നിട്ട് വൈകുന്നേരം കഞ്ഞിയും വറുത്ത മീനും എല്ലാവിടെ കൂടി, ഈ സ്റ്റാർച്ചും എല്ലാവിടെ കൂടി അങ്ങ് കഴിച്ചു. ഷുഗറായിപ്പോയി. ഞാൻ പറയാൻ വന്നത്, എന്തുമാത്രം വലിയ കൊതിയോടുകൂടി ഒരു മരിയൻ സിനിമ എനിക്ക് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടി. എങ്കിൽ പോലും ഞാൻ ഒരിക്കലും പൊതുവെ ഈശോയെ മരിയൻ സിനിമയ്ക്ക് വഴികൾ തുറക്കണമെന്ന് പറയാറില്ല. ഞാൻ കർത്താവിനെ ആരാധിക്കുകയാണ്, ജനത്തെ ആരാധിക്കാൻ പഠിപ്പിക്കുകയാണ്. വാളുകൊണ്ടല്ല, വില്ലുകൊണ്ടല്ല ദൈവപ്രവൃത്തി വരുന്നതെന്നും, വാളുകൊണ്ടല്ല വില്ലുകൊണ്ടല്ല നമ്മൾ നേടുന്നതെന്നും
ദൈവത്തിൻ്റെ കരുണയാണെന്നും അറിഞ്ഞ് അവനെ ആരാധിക്കുക, ഒന്നിനും വേണ്ടിയിട്ടല്ല. അച്ഛൻ്റെ ഗാന ശുശ്രൂഷകളിൽ കൂടെ നിൽക്കുന്ന ഒരു സുനിലുണ്ട്, എടത്വക്കാരനാണ്. 1996 മുതൽ ഇന്ന് വരെ മാറാതെ നിൽക്കുക, ഒന്നും പ്രതീക്ഷിക്കത്തില്ല, ഒന്നും വേണ്ട. എൻ്റെ അച്ഛൻ വളരണം, വിശുദ്ധനാകണം, വേറെ ഒന്നും വേണ്ട. ഒരു ഉദാഹരണം പറഞ്ഞതാ. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം. നമ്മുടെ വള്ളത്തിൽ ഭൂമിയിൽ പെരുകാനല്ല, നമ്മുടെ ജപ്തി എന്താ പരിഹരിക്കപ്പെടാനല്ല, നമുക്ക് വന്ന ഒരു വലിയ കുരുക്ക് അഴിയാനല്ല, ദൈവത്തെ ആരാധിക്കപ്പെടും. അവസാനിപ്പിക്കുമ്പോൾ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. നമ്മളെല്ലാവരും കൂടി ആരാധിക്കുമ്പോൾ, നിങ്ങൾ ഉത്തരം പറയണം, നമ്മളെല്ലാവരും കൂടി ദൈവത്തെ ആരാധിക്കുമ്പം ദൈവത്തിൻ്റെ സന്തോഷവും മഹത്വവും കൂടില്ലേ, വർദ്ധിക്കത്തില്ലേ? പറ, കൂടില്ലേ? പറ. നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടെ ആരാധിക്കുമ്പം നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം കൂടും, സന്തോഷം കൂടും, ഇല്ലേ? പറ, ഒരുമിച്ച് പറ, ഇല്ലേ? പറ, ഉറക്കെ പറ. നമ്മളെല്ലാവരും കൂടെ കൂടി ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹിമയും സന്തോഷവും കൂടില്ലേ? ഇനി എങ്ങും പോയി പറഞ്ഞേക്കല്ലേ, കൂടത്തില്ല. നിങ്ങളെ തെറ്റിപ്പിക്കാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. നമ്മുടെ ഒരു പ്രശ്നം ഇവിടെയാ. നമ്മുടെ വിചാരം നമ്മൾ പോയി ആരാധിച്ചപ്പം ദൈവത്തിന് നല്ല കുമ്പാസിനിരുന്ന് കേട്ടെന്നാ. നമ്മുടെ ഒരു തെറ്റിദ്ധാരണയായത്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം തെറ്റിച്ച് പറഞ്ഞു പോയത്. നമ്മൾ ആരാധിക്കുമ്പോൾ, ഈ കണ്ണനിലൊരുകാർ മുഴുവൻ സ്നേഹത്തോടെ ആരാധിക്കുമ്പോഴും ദൈവത്തിൻ്റെ മഹിമയിലോ ദൈവത്തിൻ്റെ ആനന്ദത്തിലോ അച്ഛനോ നിങ്ങൾക്കോ ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. വി കനോട്ട് ആഡ് എനിത്തിങ് ടു ദ എസൻസ് ഓഫ് ഗാഡ്. നിങ്ങളുടെ മനസ്സിൽ അതിരിക്കണം. നമ്മളിനിയെല്ലാം കുത്തിയിരുന്ന് ആരാധിച്ചാലും ദൈവത്തിൻ്റെ മഹിമ അന്നും ഇന്നും ഒന്നാണ്. നിങ്ങളുടെ മനസ്സിൽ ഇത് കയറിയെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ പിന്നെ ആരാധനയുടെ രസതന്ത്രം എന്താ? ആരാധിക്കുമ്പോൾ, ശ്രദ്ധിച്ചു കേട്ടെ, ആരാധിക്കുമ്പോൾ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് മഹത്വം, ആരാധന, എല്ലാ അധികാരവും ശക്തിയും കരുത്തും അങ്ങേടത് മാത്രം എന്ന് നമ്മൾ മനസ്സ് തുറന്ന് ആരാധിക്കുമ്പോൾ, നമ്മൾ കർത്താവിന് കരേറ്റിയ മഹത്വം, നമ്മൾ കർത്താവിന് കൊടുത്ത സ്തുതി, അധികാരം, പ്രാഭവം, ഇറ്റ് വിൽ ബി ഷവേർഡ് അപ്പോൺ us, നമ്മുടെ മേലെ ഐക്യപ്പെടും. നിങ്ങൾ മനസ്സറിഞ്ഞൊരു ഹല്ലേലൂയ പറയുമോ? ഇതുകൊണ്ടാണ് നാം ആരാധിക്കാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാം ദൈവത്തിന് സ്തുതി, കർത്താവെ ഞാൻ നിന്നെ എൻ്റെ കണ്ണീരിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, കർത്താവെ എന്നെ തകർത്തവരെ പേര് സ്തുതിക്കുന്നു, പ്രതികാരം എൻ്റെതല്ല തമ്പുരാനെ, ഞാൻ അതിന് പോകുന്നില്ല, ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പം ആ സ്തുതി ദൈവത്തിന് വേണ്ട. ദൈവത്തിന് പുതിയ സ്തുതി വേണ്ട, മഹത്വം വേണ്ട. നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്ന മഹത്വവും അധികാരവും നമുക്ക് കിട്ടും. അപ്പം വീട്ടിൽ ഒരു അപ്പൻ ആരാധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്വാധീനം വർദ്ധിക്കും. കാരണം ദൈവത്തിന് കൊടുത്ത അധികാരം അയാൾക്ക് കിട്ടും. ഇതാണ് ആരാധനയുടെ കെമിസ്ട്രി. നിങ്ങളത് അറിഞ്ഞിരിക്കേ. അപ്പം പിന്നെ നമ്മൾ ദൈവത്തെ നിരന്തരം ആരാധിക്കുമ്പോൾ ആ അധികാരം കിട്ടും. പെട്ടെന്ന് കേട്ട് അവസാനിപ്പിക്കാം. എനിക്ക് കുണ്ടറ പ്രദേശത്ത് വന്നപ്പം ഒരു മനുഷ്യൻ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഒരു ഷർട്ട് കൊണ്ടു തന്നു. എന്നിരിക്കട്ടെ, നല്ലൊരു ഷർട്ട്, നിറമുള്ള ഷർട്ട്, എനിക്കിഷ്ടമുള്ള ഷർട്ട്, എനിക്കിഷ്ടമുള്ളൊരു കളറുണ്ട്, അതിന് ഷർട്ട്. ഇയാൾ എങ്ങനെ അറിഞ്ഞോ ഈ എൻ്റെ കളറും ഇഷ്ടവും? ഞാൻ ഷാജിയച്ച അച്ഛൻ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു, ഒരു പുതിയ ഷർട്ട് ഇടണം കേട്ടോ. നോക്കിയപ്പോൾ എനിക്കിഷ്ടമുള്ള നിറം. ഞാനന്ന് ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിച്ചപ്പം ഇദ്ദേഹത്തെയും വിളിച്ച് വരുത്തിയിട്ട് ഈ ഷർട്ട് ഇട്ടു. നല്ലപോലെ ഇണങ്ങുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു സൂപ്പറല്ലേ. സൂപ്പർ അച്ചോ, കൊള്ളാച്ചോ, വല്ലപ്പോഴും ഇടണം അച്ചോ. ഞാൻ പറഞ്ഞിടാം. ഷർട്ട് കീറിയ ഷർട്ടാണുള്ള ചേട്ടൻ്റെ. എൻ്റെ കാര്യം വെച്ചാൽ നോക്കണ്ട അച്ചോ. അല്ല, എത്ര ഷർട്ടുണ്ട്? എൻ്റെ അച്ഛൻ ഞാൻ പണിക്ക് ഇറങ്ങുന്ന ആൾ, എനിക്ക് ഷർട്ടൊന്നും വേണ്ട അച്ഛൻ, അതൊക്കെ കീറി. പള്ളിയിൽ പോകാനുണ്ടോ? പള്ളിയിൽ പോകാനൊരു ഷർട്ടുണ്ട്, അത് കുഴപ്പമില്ല അച്ഛാ, ഉണ്ട്. 4 വർഷം മുമ്പ് മേടിച്ചു. 4 വർഷം മുമ്പ് മേടിച്ചതോ? അച്ഛാ അതെനിക്ക് ഞായറാഴ്ച മാത്രം മതി അച്ചോ, അതൊക്കെ ഇച്ചിരി പിഞ്ചിയിട്ടുണ്ട്, എനിക്കത് മതി. അച്ഛൻ ഈ ഷർട്ട്, അച്ഛൻ അതൊക്കെ അച്ഛൻ വിട്, അച്ഛൻ ഈ ഷർട്ട് ഇട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ,
എനിക്ക് പൊതുവേ ലോവയെ ഞാൻ ഇടാറുള്ളൂ. എനിക്ക് ഇപ്പം തന്നെ ഒരു 6-7 ഷർട്ടുണ്ട്, അത്രയും പോലും എനിക്ക് ഇടേണ്ടി വരുന്നില്ല. എനിക്കെന്തിനാ പുതിയൊരു ഷർട്ട്? ഞാൻ സത്യമുള്ളവനും മനസാക്ഷിയുള്ളവനുമാണെങ്കിൽ ഞാൻ ഇത് കഴിയുമ്പോൾ ഈ ഷർട്ട് ഊരിയിട്ട് ഈ ചേട്ടൻ്റെ കൈ കൊടുക്കും. ചേട്ടാ ഈ ഷർട്ട് എടുത്തോ. അച്ഛാ ഈ ഷർട്ട് എടുത്തോ. അച്ഛാ അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു ഒരുപാട് ഇഷ്ടപ്പെട്ടു. അച്ഛാ പ്ലീസ് അച്ഛാ, ഞാൻ കൊട്ടാരക്കര വരെ പോയി മേടിച്ചോണ്ട് അച്ഛാ, കട തുറപ്പിച്ച് മേടിച്ച അച്ഛാ എടുക്കച്ചാ. ഞാൻ പറഞ്ഞു ഞാൻ എടുത്തു, ഞാൻ ഇട്ടു, ഞാൻ അണിഞ്ഞു, എനിക്ക് സന്തോഷമായി. പക്ഷെ ചേട്ടൻ എന്നോട് സത്യത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഈ ഷർട്ട് ചേട്ടൻ ഇടണം. നിങ്ങളൊന്ന് ഓർത്തേ, അദ്ദേഹം ഷർട്ട് വാങ്ങിയ സമയത്ത് കൊട്ടാരക്കരയിൽ കട തുറപ്പിച്ചപ്പം ഈ ഷർട്ട് അച്ഛനെ ഇന്ന് കൊടുക്കുന്ന പോലെ കാണിക്കാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നിൽക്കാം, ഷർട്ട് അച്ഛൻ തിരിച്ചു തരുമെന്നേ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാണോ ഷർട്ട് തന്നത്? പെട്ടെന്ന് പറ, ആണോ? അങ്ങനെ ഷർട്ട് തിരികെ കിട്ടാൻ എന്തെങ്കിലും ഒരു ഗോഷ്ഠി അദ്ദേഹം കാണിച്ചോ? ഇല്ല. അദ്ദേഹം ഞാനിടാൻ വേണ്ടി തന്നെ തന്ന ഷർട്ടാ, പക്ഷെ അദ്ദേഹത്തിനത് തിരിച്ച് കിട്ടി. ഇതൊരു പൊട്ട ഉദാഹരണമാണ്. ദൈവത്തിന് നാം കൊടുക്കുന്ന സ്തുതിയുടെ ഉടയാട, മഹത്വത്തിൻ്റെ ഉടയാട, അധികാരത്തിൻ്റെ ഉടയാട അവൻ സ്വീകരിച്ചിട്ട് എൻ്റെ സ്വന്തം ജനമേ നമുക്ക് ആ മഹിമയും അധികാരവും തരും. അതുകൊണ്ടാണ് ആരാധിക്കുന്നവൻ്റെ മുഖം പ്രകാശിക്കുന്നത്.